നമസ്കാരം. എന്റെ രാജ്യം എന്റെ അഭിമാനം. ഭാരതം 75ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി സ്വന്തം ജീവൻ ബലി കൊടുത്ത, കൊടിയ ത്യാഗങ്ങൾ സഹിച്ച മഹത് വ്യക്തികളുടെ ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് ഇന്നത്തെ ഷെക്കീന ബിഗ് ഡിബേറ്റ് ആരംഭിക്കുകയാണ്. വീറുട്ട പോരാട്ടങ്ങളുടെ ചരിത്രമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. ജാതിമത ഭേദമന്യേ നിരവധി പേർ ഒരേ ലക്ഷ്യത്തോടെ, ഒരേ മനസ്സോടെ കൈകോർത്തപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. എന്നാൽ പലപ്പോഴും സ്വാതന്ത്ര്യ സമര ചരിത്രം വക്രീകരിക്കപ്പെടുന്ന ഒരു ദയനീയ കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ചിലരെ അമിതമായി മഹത്വൽക്കരിക്കുന്നു, ചിലർക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതെ പോകുന്നു. അതിൽ നാം എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട വസ്തുത, ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും ഈ നാടിന്റെ നവോത്ഥാനത്തിലും നിർണായക പങ്ക് വഹിച്ച ക്രൈസ്തവ സമുദായത്തിന്റെ, ക്രൈസ്തവ നേതാക്കളുടെ സംഭാവനകൾ പലപ്പോഴും വിസ്മൃതിയിലാക്കുന്നു എന്നതാണ്. ഈ വിഷയം തന്നെയാണ് ഇന്നത്തെ ഷെക്കീന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ ടോം ഒലിക്കരോട്ട്, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ ജെയ്സ് പാണ്ടനാട്, ഒപ്പം മാധ്യമ പ്രവർത്തകൻ ശ്രീ സിജോ പൈനീട്. മൂന്ന് പേർക്കും ഷെക്കീന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ ജെയ്സ് പാണ്ടനാട്, ക്രൈസ്തവ സമുദായത്തിനെതിരെ അല്ലെങ്കിൽ ക്രൈസ്തവർക്കെതിരെ ചില തീവ്ര വലതുപക്ഷ സംഘടനകൾ ഈ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് ക്രൈസ്തവർ സ്വാതന്ത്ര്യ സമരകാലത്ത് ഒറ്റുകാരായിരുന്നു, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കൊപ്പം നിന്ന് രാജ്യത്തിനെതിരെ പോരാടി എന്നൊക്കെ. ഈ ഒരു ആരോപണത്തിന്റെ വാസ്തവം എന്താണ് ശ്രീ ജെയ്സ് പാണ്ടനാട്? ഇന്ത്യയിലെ ക്രൈസ്തവർക്കെതിരെ ഇത്തരത്തിലുള്ള പ്രചാരവേലകൾ ആരംഭിച്ചിട്ട് നാളുകളായി. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ചരിത്രത്തിന്റെ അല്ലെങ്കിൽ ചരിത്രം എഴുത്തിന്റെ വ്യാജ നിർമ്മിതിയുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യയുടെ ചരിത്രം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം, ഇന്ത്യയുടെ സാമൂഹിക പരിവർത്തനത്തിന്റെ അല്ലെങ്കിൽ നവോത്ഥാനത്തിന്റെ ചരിത്രം, ഇതൊക്കെ രേഖപ്പെടുത്തിയ സാമ്പ്രദായിക ചരിത്ര രചയിതാക്കൾ അല്ലെങ്കിൽ പൗരാണിക ചരിത്രരചന നിർവഹിച്ച ആളുകൾ ഇതിനുവേണ്ടി അവലംബമാക്കിയ രീതിശാസ്ത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ചരിത്രകാരന്മാരിൽ കൂടുതൽ ആൾക്കാരും ലെഫ്റ്റ് ചരിത്രകാരന്മാരാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. RL ശർമ്മയാകട്ടെ, ബിപിൻ ചന്ദ്ര, അതുപോലെ തന്നെ ഇർഫാൻ ഹബീബ്, രാജൻ ഗുരുക്കള്, KN ഗണേശ്, KN പണിക്കർ, ഇങ്ങനെ അടക്കമുള്ള എല്ലാ മിക്കവാറും ചരിത്രകാരന്മാർ ഇടതുപക്ഷ ചരിത്രകാരന്മാരാണ്. അവര് ചരിത്രരചനയ്ക്ക് അവലംബമാക്കിയത് വർഗ വിശകലനമാണ്, മാർക്സിയൻ രീതിശാസ്ത്രമാണ്, ഉൽപാദന വ്യവസ്ഥയുമായി അതിൻ്റെ ഉപദാന സാമഗ്രികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് അതിൽ ബോധപൂർവം ചരിത്രത്തിൽ ക്രൈസ്തവരുടെ ഇടപെടലിനെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ, ദലിതുകളുടെ, ഗോത്രവർഗങ്ങളുടെ ഒക്കെ ചരിത്രപരമായ കർത്തൃത്വത്തെ ബോധപൂർവം നിരാകരിക്കുന്നുണ്ട്. മറ്റൊരു ധാര എന്ന് പറയുന്നത് വലതുപക്ഷ ചരിത്രകാരന്മാരാണ്. അത് അങ്ങേയറ്റം സവർണ കേന്ദ്രീകൃതമായ ഒരു ചരിത്ര രചനയാണ്. മിത്തുകളെയും ലെജൻഡുകളെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരത് രേഖപ്പെടുത്തുകയാണ്. തീവ്ര വലതുപക്ഷ ചരിത്ര രചനകൾ, MGS നാരായണനൊക്കെ അതുമായി ബന്ധപ്പെട്ട് വരുന്നവരാണ്. മറ്റൊന്ന് ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ചരിത്ര രചനയാണ് നടത്തിയിട്ടുള്ളത്. മറ്റൊന്ന് കൊളോണിയൽ ചരിത്ര നിർമ്മിതികളാണ്. ഇങ്ങനെ വിവിധങ്ങളായ ചരിത്രധാരകൾ നമ്മുടെ ഇടയിലുണ്ട്. അതൊക്കെ അവരൊക്കെ ആശ്രയിച്ച ഉറവിടങ്ങൾ, മെത്തഡോളജി, രീതിശാസ്ത്രം ഈ വലതുപക്ഷവും ഇടതുപക്ഷവുമായ രീതിശാസ്ത്രങ്ങളാണ്. അതുകൊണ്ട് ചരിത്രത്തിൽ ക്രൈസ്തവർക്ക് യാതൊരു കർത്തൃത്വമില്ല. അല്ലെങ്കിൽ മോശപ്പെട്ട എന്തെങ്കിലും ചരിത്രമുണ്ടെങ്കിൽ അത് ക്രൈസ്തവരുടെ മേൽ അടിച്ചേൽപ്പിക്കുക, ഈ രീതിയാണ് തുടർന്നു വരുന്നത്. എന്നാൽ ഇന്ന് ആ രീതിക്ക് വ്യത്യാസം ഉണ്ടായിരിക്കുന്നു. സബാൾട്ടൻ റൈറ്റിംഗ്സിന്റെ ഒരു കാലഘട്ടമാണ്. വലിയ റീറീഡിങ്ങിന്റെ, പുനർവായനയുടെ, ബദൽ വായനയുടെ ഒരു കാലഘട്ടം കൂടിയാണ്. പുതിയ എഴുത്തുകാർ ഗവേഷണ മേഖലകളിലേക്ക്, പുതിയ റിസർച്ചുമായി ബന്ധപ്പെട്ട പുതിയ ചെറുപ്പക്കാർ രംഗത്ത് വരുന്നുണ്ട്. അങ്ങനെ അവർ മിഷണറി പുരാശേഖരങ്ങളെ കൃത്യമായി അവലംബമാക്കിക്കൊണ്ടുള്ള പുതിയ പ്രബന്ധങ്ങൾ, എഴുത്തുകളൊക്കെ രംഗത്ത് വന്നിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ തന്നെ നാളുകളായി ക്രൈസ്തവർക്കെതിരെയുള്ള മറ്റൊരു ആരോപണമാണ്
ഈ ബ്രിട്ടീഷുകാർക്ക് ക്രൈസ്തവർ പിന്തുണ കൊടുത്തു എന്നുള്ളത് അത് അങ്ങേയറ്റം വാസ്തവവിരുദ്ധമായ കാര്യമാണ്. ഒന്നാമത്, ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ ക്രൈസ്തവ സഭയോട് അല്ലെങ്കിൽ മിഷണറി പ്രസ്ഥാനങ്ങളോട് അല്ലെങ്കിൽ സുവിശേഷീകരണ പ്രസ്ഥാനങ്ങളോട് ഒട്ടും താല്പര്യമില്ലായിരുന്നു. കാരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലാഭമായിരുന്നു താല്പര്യം, കച്ചവടമായിരുന്നു താല്പര്യം. മതപരിവർത്തനമോ സുവിശേഷീകരണ പ്രവർത്തനങ്ങളോ മിഷൻ പ്രവർത്തനങ്ങളോ അവരുടെ കച്ചവട താല്പര്യങ്ങൾക്കെതിരാകും എന്നവർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് 1773 വന്നവർ ഒരു പാതിരിമാർക്ക് വിസ കൊടുത്തത് പോലും 1813 അതുപോലും യൂറോപ്യൻ അവരുടെ പൗരന്മാർക്ക് മതാവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള അവരുടെ ചാപ്പലുകളിൽ സർവീസ് നടത്താൻ വേണ്ടിയാണ്. നിങ്ങൾക്കറിയാമല്ലോ വില്ലങ്കേരിക്കൊക്കെ വിസ കൊടുക്കുന്നതിൽ ഉണ്ടായ തടസ്സത്തെക്കുറിച്ച്. അപ്പോൾ ഒരിക്കലും ആ കാര്യം വസ്തുതാവിരുദ്ധമാണ്. കേരളത്തിലെ ഇന്ത്യയിലെ ക്രൈസ്തവർ ബ്രിട്ടീഷുകാർക്ക് പിന്തുണ കൊടുത്തിരുന്നില്ല. അതൊക്കെ രാജഗോപാലാചാരി തൃശ്ശൂർ വന്നപ്പോൾ ആ യോഗം ക്രൈസ്തവർ അലപ്പെടുത്തിയതും തൃശ്ശൂർ നടന്ന വൈദ്യുതി പ്രക്ഷോഭ സമരങ്ങളും പിന്നീട് അടുത്ത ചർച്ചകളിലേക്ക് നമുക്കത് വിശദീകരിക്കാം. ക്രൈസ്തവർ ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടൽ നടത്തി. മറ്റൊരു തെറ്റിദ്ധാരണ, ബ്രിട്ടീഷുകാരും മിഷണറിമാരും ഒന്നല്ല. ബ്രിട്ടീഷുകാരും മിഷണറിമാരും ഒന്നല്ല. അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. കാരണം ബ്രിട്ടീഷുകാരുടെ താല്പര്യം ബിസിനസ് ആയിരുന്നു, കച്ചവട താല്പര്യങ്ങളായിരുന്നു. എന്നാൽ മിഷണറിമാര് മറ്റൊരു താല്പര്യമായിരുന്നു. അതുകൊണ്ട് ബ്രിട്ടീഷുകാരും മിഷണറിമാരും ഒന്നാണെന്നുള്ള തെറ്റിദ്ധാരണ പരത്തുകയും കോളനികളിൽ ബ്രിട്ടീഷുകാർ എന്തെങ്കിലും മോശപ്പെട്ട പ്രവണതകൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം മിഷണറിമാരുടെ തലമേൽ കെട്ടിവെക്കുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ട്. അതും ചരിത്രവിരുദ്ധമായ ഒരു വസ്തുതയാണ്. ബ്രിട്ടീഷുകാരും മിഷണറിമാരും ഒന്നല്ല, രണ്ടാണ്. മിഷണറിമാർ ഇവിടെ കഷ്ടപ്പെട്ടവരാണ്, രോഗികളായവരാണ്, മരിച്ചുപോയവരാണ്. ഇവിടെ ഇന്ത്യയിൽ സജീവമായ പ്രവർത്തനങ്ങൾ ഒക്കെ നടത്തിയ ആൾക്കാരാണ് മിഷണറിമാർ എന്ന് പറയുന്നത്. അത് രണ്ടും രണ്ടാണ്, ഒന്നല്ല. അതുകൊണ്ട് ഇന്ത്യയിലെ ക്രൈസ്തവ സഭ ക്രൈസ്തവര് ഒരു ഘട്ടത്തിൽ പോലും ഈ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്തിരുന്നില്ല. സ്വാതന്ത്ര്യ സമരത്തിന് മുഖ്യ പോരാളികളായിരുന്നു അവര്. ദേശീയവാദികളായിരുന്നു, ജനാധിപത്യവാദികളായിരുന്നു, രാജ്യസ്നേഹികളായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അത് ചരിത്രത്തിന്റെ വക്രീകരണവും വ്യാജ നിർമ്മിതിയുമാണ് ആ പ്രചാരവേലയ്ക്ക്. ഒരു കാര്യം കൂടി ശ്രീ ജെയ്സ്, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു ഈ വിദേശ മിഷണറിമാർ, ഇവരോടുള്ള ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ ഒരു മനോഭാവം എന്തായിരുന്നു? ഞാൻ പറഞ്ഞല്ലോ, ഇവർക്ക് പാതിരിമാർക്ക് പ്രവേശനം കൊടുത്തു തന്നെ 1813 നീണ്ട വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു വിസ പോലും അല്ലെങ്കിൽ എൻട്രി പോലും കൊടുക്കുന്നത്. അത് 1813 ആക്ട് പ്രകാരം കമ്മിയുടെ ചട്ടങ്ങൾ 20 വർഷത്തേക്ക് പുതുക്കിയപ്പോഴാണ്. അത് കൊണ്ടുവന്നതും അവരുടെ മതാവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. കൽക്കട്ടയിലൊക്കെ അവരുടെ സഭ സ്ഥാപിച്ചു, പള്ളി സ്ഥാപിച്ചു. ആ പള്ളിയിൽ ഇന്ത്യക്കാർക്കും നായ്ക്കർക്കും പ്രവേശനമില്ലെന്ന് ബോർഡ് പോലും ഉണ്ടായിരുന്നു. അവർ തിരിച്ചു പോകുമ്പോൾ അവര് ഒരിക്കലും ഇവർക്ക് തിരിച്ചു കൊടുത്തിരുന്നില്ല. തദ്ദേശവാസികളായ ക്രൈസ്തവർക്ക് ഒരിക്കലും ഇവരുടെ പള്ളികളിൽ പോലും പ്രവേശനമില്ലായിരുന്നു. കാരണം ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് മതപരമായ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയുള്ള ചാപ്പലുകളായിരുന്നു, അവർക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നത് പോലും. അതുകൊണ്ട് ഒരു തരത്തിൽ മിഷണറി പ്രവർത്തനങ്ങളെ അവർ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. അത് അവരുടെ കച്ചവടങ്ങൾക്കും അവരുടെ പ്രവർത്തനത്തിനും ഒരു തടസ്സമാകും. ഇന്ത്യയിലെ സവർണരായ ആൾക്കാർക്ക് മതപരിവർത്തനം മിഷണറി പ്രവർത്തനം താല്പര്യമില്ലെന്നെല്ലാം ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് അറിയാം. കാരണം ഇന്ത്യയിൽ അക്കാലത്തുണ്ടായിരുന്ന ജാതി ഘടനയെക്കുറിച്ച് സാമൂഹിക ഘടനയെക്കുറിച്ച് നല്ല ബോധമുള്ളവരായിരുന്നു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ. അതുകൊണ്ട് ഒരു തരത്തിലും ഇങ്ങനെയുള്ള കൺവേർഷൻ, ഇവാഞ്ചലൈസേഷൻ, മിഷൻ പ്രവർത്തനങ്ങളെ ബ്രിട്ടീഷുകാർ ഓൺ ചെയ്തിരുന്നില്ല, പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. അങ്ങനെ അവർ പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിൽ, ബ്രിട്ടീഷുകാർ തന്നെ മതപരിവർത്തനം നടത്തിയിരുന്നെങ്കിൽ ഏകദേശം 2.5 നൂറ്റാണ്ടുകളിലൂടെ പ്രവർത്തിച്ച ഈ ബ്രിട്ടീഷുകാരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇഷ്ടം പോലെ ക്രൈസ്തവർ ഉണ്ടായിരുന്നു. ഇന്നും ഇന്ത്യയിൽ ന്യൂനപക്ഷമായി ചെറിയൊരു പെർസെന്റേജ് ആയിരിക്കുന്നതിന്റെ കാരണം ഒരു തരത്തിലും ബ്രിട്ടീഷുകാർ അത് ചെയ്തിരുന്നില്ല, അവരതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. അത് വില്യംകേരിയോടൊക്കെ അവർ ചെയ്ത പ്രവർത്തനങ്ങൾ അറിയാം. വില്യംകേരിയെ പല പ്രാവശ്യവും നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പൊതുയോഗങ്ങൾ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്, സ്ട്രീറ്റ് മീറ്റിങ്ങുകൾ മറ്റുള്ളവരെ കൊണ്ട് ഹിന്ദു മതങ്ങളിൽ നിന്ന് മതവിരുദ്ധം ചെയ്തവരെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിക്കുന്നതിനെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പല പ്രാവശ്യം വന്ന ആളിനെ തിരിച്ചുവിട്ടിട്ടുണ്ട്, ഷിപ്പിലേക്ക് ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. ഒരു തരത്തിലും അത് പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. മിഷൻ പ്രവർത്തനങ്ങളെ അവർ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. അവർക്ക് മിഷൻ പ്രവർത്തനം ഒരു അജണ്ട അല്ലായിരുന്നു, ബിസിനസ് മാത്രമായിരുന്നു അജണ്ട. ഇത് രണ്ടും കൂടെ കൂട്ടി കിഴിച്ചു പറയുന്നത് മതപ്രഭാഷകർ നിരന്തരമായി നടത്താറുണ്ട്, ചില മതപ്രഭാഷകരെ. അതുകൊണ്ട് എന്തെങ്കിലും ബ്രിട്ടീഷ് കാലഘട്ടങ്ങളിൽ തെറ്റായ പ്രവണതകൾ എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ മിഷണറിമാരുടെ തലയിൽ കെട്ടിവെക്കുന്ന രീതിയുമുണ്ട്. അത് തെറ്റാണ്, അങ്ങനെയല്ല. ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വന്നവരല്ല മിഷണറിമാര്, തങ്ങൾക്കുള്ളതെല്ലാം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തവരാണ്.
രോഗികളായി ഇവിടെ മരിച്ചവരാണ്, കഷ്ടപ്പെട്ടവരാണ്. അവരെ ഒരു സമുദായത്തിന് വേണ്ടി പ്രവർത്തിച്ചവരല്ല, ഇന്ത്യയിലെ സകല ജനതയ്ക്കും വേണ്ടി പ്രവർത്തിച്ചവരാണ് അവർ. വളരെ വ്യക്തമാണ്. ഫാദർ ടോം ഉളിക്കരോട്, നമുക്കറിയാം, ഇപ്പൊ അച്ഛനാണെങ്കിലും അല്ലെങ്കിൽ ഞാനാണെങ്കിലും സ്കൂൾ കാലഘട്ടത്തിലൊക്കെ പഠിച്ച ചരിത്ര പാഠപുസ്തകങ്ങളിൽ നാം വായിച്ച ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ക്രൈസ്തവ നേതാക്കളുടെ പേരുകൾ, ആ പാഠപുസ്തകങ്ങളിൽ നാം വായിച്ച പേരുകൾ വളരെ ചുരുക്കമാണ്. ഒരു അക്കാമച്ചെറിയൻ അല്ലെങ്കിൽ ഒരു ആനി ബെസന്റ്, വളരെ ചുരുക്കം ചില പേരുകൾ മാത്രമേ ആ പാഠപുസ്തകങ്ങളിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. നേരത്തെ ശ്രീ ജെയ്സ് പാണനാട് സൂചിപ്പിച്ചതുപോലെ ഈ ഒരു സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ അല്ലെങ്കിൽ ചരിത്രത്തെ തന്നെ ഇത്തരത്തിൽ വക്രീകരിക്കുമ്പോൾ ഈ ക്രൈസ്തവ സമുദായം ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ, ഈ രാജ്യത്തിന്റെ വളർച്ചയിൽ, സ്വാതന്ത്ര്യ സമരത്തിൽ, നവോത്ഥാനത്തിൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന ഒരു പൊതുബോധം സൃഷ്ടിക്കുന്നതിൽ ആ ഒരു ചരിത്ര വക്രീകരണം വലിയ തോതിൽ ഒരു പങ്ക് വഹിച്ചിട്ടില്ലേ ഫാദർ ടോം ഉളിക്കരോട്? ഈ ഒരു വിഷയത്തിൽ നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ ചരിത്രം വേണ്ട വിധം പഠിപ്പിക്കാൻ പറ്റിയില്ല എന്നുള്ളതിനെ കുറിച്ച് പറയുന്നതിന് തൊട്ട് മുൻപ് നമ്മുടെ ചരിത്രം എന്തുകൊണ്ടാണ് ഒരു സോഷ്യൽ അംനേഷ്യയുടെ ഭാഗമായി പോയത്, ഒരു സാമൂഹിക മറവിക്കിരയായി പോയത് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ന്യൂനപക്ഷമായിരുന്ന ഒരു ദുർബല വിഭാഗമായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ലോകത്തിൽ ദുർബല വിഭാഗങ്ങളുടെ പോരാട്ടവും അവരുടെ നേതാക്കന്മാരും ഒക്കെ ഈ സോഷ്യൽ അംനേഷ്യക്കിരയായിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. ഇനി ക്രിസ്തു മതത്തെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ പിറവി മുതൽ പ്രബല ശക്തികളോടും സംസ്കാരങ്ങളോടുമുള്ള ഒരു പോരാട്ടത്തിലായിരുന്നു. 1-ാം നൂറ്റാണ്ടിൽ അത് ഗ്രീക്ക്, റോമൻ, യഹൂദ സംസ്കാരത്തോടും പ്രബലമായ റോമ സാമ്രാജ്യത്തോടുമുള്ള പോരാട്ടമായിരുന്നു. മധ്യകാലഘട്ടങ്ങൾ അത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അധിനിവേശത്തോടുള്ള പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നു. കേരളത്തിലേക്ക് വരുമ്പോൾ ആദ്യം ഈ സവർണ മേധാവിത്വത്തിനെതിരെയുള്ള പോരാട്ടങ്ങളുണ്ട്. പ്രത്യേകിച്ച് മിഷണറിമാരും ചാവറേച്ചിനും ഒക്കെ സ്കൂളുകളും അതുപോലെ സാമൂഹിക അനാചാരങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങളും നടത്തിയപ്പോൾ സവർണ ഹൈന്ദവ സമൂഹത്തിനോടുള്ള പ്രബല ശക്തികളോടുള്ള പോരാട്ടത്തിലായിരുന്നു. അനേക സ്ഥലങ്ങളിൽ മിഷണറിമാർ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, വിദ്യാലയങ്ങൾ ചുട്ടുകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി കേരള സംസ്ഥാനത്തിന്റെ പിറവിയുടെ കാലത്തേക്ക് വരുന്നാൽ വിമോചന സമരത്തിന്റെ ചരിത്രം നമുക്കറിയാം. കമ്മ്യൂണിസത്തോടുള്ള പോരാട്ടത്തിന്റെ ബാക്കി പത്രമാണ്. ഇനി ഈ കാലത്താണെങ്കിലോ, ഇക്കാലത്ത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെയും അതുപോലെ ഫാസിസ്റ്റ് ശക്തികളുടെ ആദർശങ്ങളോടുമുള്ള ഒരു പോരാട്ടത്തിലാണ് നമ്മൾ. അപ്പോൾ പോരാടിയതൊക്കെയും ചരിത്രത്തിൽ പ്രബലരായ ആളുകളോടായിരുന്നത് കൊണ്ട് നമ്മുടെ ചരിത്രത്തെ മാറ്റി എഴുതുന്നതിൽ അവർ നന്നായി വിജയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു ചരിത്രത്തെ മാറ്റി എഴുതാൻ ശ്രമിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ള ഒരു അവബോധം ചരിത്രത്തിൽ എവിടെയെങ്കിലും നമ്മൾ കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഒരു ജാഗ്രത ഒരു സമുദായം എന്ന നിലയിൽ നമ്മുടെ ചരിത്രം മാറ്റി എഴുതപ്പെടാതിരിക്കുന്നതിന് നമ്മൾ കാണിച്ചിട്ടില്ലെന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മളൊക്കെ സ്കൂളുകളിൽ പഠിച്ചാണ്. ഞാൻ ഓർക്കാണ്, തലശ്ശേരിയിൽ 2006 പാമ്പ്ളാനി പിതാവിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഈ കേരളത്തിലെ നവോത്ഥാന ചരിത്രത്തിലും അതുപോലെ ഭാരതത്തിലെ ക്രൈസ്തവരുടെ സംഭാവനകളും ഒക്കെ ഒരു ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് പഠിപ്പിക്കാൻ തുടങ്ങും. അപ്പോൾ 2006 മുൻപ് നമ്മൾ ഈ കേരളത്തിൽ എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ സ്കൂളുകളിലെ മിനിമം ചില പരാമർശങ്ങൾ, അതിലപ്പുറം നമുക്കൊന്നും പറയാനില്ല. ഇനി ഇന്ത്യൻ ദേശീയതയെ കുറിച്ച് പറഞ്ഞാൽ, ഇന്ത്യൻ ദേശീയത എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നാണ് ആ ചരിത്രം തുടങ്ങുന്നതെങ്കിൽ അത് സ്ഥാപിച്ചത് എ.ഒ. ഹ്യൂം, ബ്രിട്ടീഷുകാരനായ ക്രൈസ്തവനാണ്. അദ്ദേഹം അത് തുടങ്ങിയത് ഒരു സമരത്തിന് വേണ്ടി ആയിരുന്നില്ല, ഇന്ത്യക്കാരുടെ ആവശ്യങ്ങൾ ഈ ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ അറിയിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. എങ്കിലും മഹാത്മാഗാന്ധിക്ക് മുമ്പുള്ള 4 ദശാബ്ദങ്ങൾ വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നയിച്ച ആനി ബെസന്റ്, അങ്ങനെ നിരവധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യകാല നേതാക്കൾ ക്രിസ്ത്യാനികളായിരുന്നു എന്നുള്ളത് പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. അതുപോലെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലേക്ക് വരുമ്പോൾ ഈ വട്ടമേശ സമ്മേളനങ്ങളെ കുറിച്ച് സ്കൂളിൽ നമ്മൾ പറയും. വട്ടമേശ സമ്മേളനങ്ങളിൽ ബ്രിട്ടീഷുകാർ പാസാക്കിയ ഒരു ആക്ട്, കമ്മ്യൂണൽ വാർഡ് എന്ന് പറയുന്ന ഒരു നിയമം അവർ നടപ്പിലാക്കിയിരുന്നു, വിഭജിച്ച് ഭരിക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട്. ഈ കമ്മ്യൂണൽ ആക്ട് നടപ്പിലാക്കിയപ്പോൾ മതന്യൂനപക്ഷങ്ങൾക്കനുസരിച്ച് വാർഡുകൾ തീരുമാനിക്കാനും നിശ്ചയിക്കാനും വോട്ട് രേഖപ്പെടുത്താനും ന്യൂനപക്ഷങ്ങളുടെ പ്രത്യേക അവകാശങ്ങൾ സംരക്ഷിക്കാനെന്നുള്ള വ്യാജനയാണ്. ഇതിനെതിരെ ഏറ്റവും ആദ്യം പ്രതികരിച്ചിറങ്ങിയത് ക്രൈസ്തവരാണെന്നുള്ളതാണ് പലപ്പോഴും മനസ്സിലാകാതെ പോകുന്ന ഒരു കാര്യം. അതിൽ പ്രത്യേകിച്ച് ഗാന്ധിജി 21 ദിവസം ജയിലിൽ സമരം ചെയ്യുന്നുണ്ട്. ആ സമരത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് പൂനെയിൽ ചേർന്ന ഒരു ക്രൈസ്തവ സമ്മേളനമുണ്ട്. അതിൽ ഫാദർ ജെറോം ഡിസൂസ, അലോഷ്യസ് സോറസ്, എസ്.കെ. ദത്ത തുടങ്ങിയ ക്രിസ്ത്യാനികൾ പങ്കെടുക്കുകയും രാജ്യത്തിന്റെ മുഖ്യധാരയുടെ ഭാഗമായിട്ട് മാത്രമേ ക്രൈസ്തവർ നിലകൊള്ളുന്നുള്ളൂ എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. അന്നത്തെ ബിഷപ്പ്
VH അസറിയ, അദ്ദേഹത്തിന്റെ വളരെ വിഖ്യാതമായ ഒരു പ്രഖ്യാപനം അവിടെയുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, എല്ലാ മതവിഭാഗങ്ങളെ ആദരിക്കുന്ന ഒരു നാടാണ് ഭാരതം. അതുകൊണ്ട് തന്നെ ഈ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ടല്ലാതെ ക്രിസ്ത്യാനികൾ മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. എല്ലാ ജനപ്രതിനിധികളും എല്ലാ സമുദായങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നവരായിരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ മഹത്തായ പാരമ്പര്യമെന്നും ആ പാരമ്പര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മാത്രമേ ഇന്ത്യൻ ജനത പ്രവർത്തിക്കുകയുള്ളൂ എന്നും ക്രൈസ്തവരായ ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ എത്ര ദീപ്തമായിട്ടാണ് ഭാരതത്തിന്റെ ദേശീയതയ്ക്ക് വേണ്ടി ക്രൈസ്തവർ നിലനിന്നിട്ടുള്ളത്. ഇനി ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇടപെട്ട നേതാക്കന്മാർ, അതൊക്കെ നമുക്ക് വീണ്ടും സംസാരിക്കേണ്ടി വരുന്നതാണ്. അതിലൊക്കെയുള്ള ക്രൈസ്തവരായ നേതാക്കന്മാരുടെ നീണ്ട പട്ടികയുണ്ട്. തുടർന്ന് നമ്മളത് സംസാരിക്കുന്നതാണ്. ഇനി ഇതിനോടൊപ്പം തന്നെ ദേശീയ ബോധം കാണിച്ചിട്ടുള്ള ജനവിഭാഗങ്ങളിൽ ഏറ്റവും മുമ്പിൽ നിന്ന് മറ്റൊരു കാര്യം പറഞ്ഞാൽ, ഓഗസ്റ്റ് 15 ദേശീയ സ്വാതന്ത്ര്യ ദിനത്തിൽ പള്ളിമുറ്റത്തെ കൊടിമരങ്ങളിൽ, ഏറ്റവും പവിത്രമായ മതചിഹ്നങ്ങൾ ആലേഖനം ചെയ്യുന്ന പതാക ഉയർത്തുന്ന കൊടിമരങ്ങളിൽ ദേശീയ പതാക ഉയർത്തുന്ന, അത്രയും മതവിശ്വാസത്തിനപ്പുറം ദേശീയതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന വേറെ ഏത് മതസമൂഹമാണ് ഇന്ത്യയിലുള്ളതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരത്തിന്റെ വിജയത്തിൽ ക്രൈസ്തവരുടെ സ്ഥാപനങ്ങൾ വഹിച്ച ഒരു പങ്കിനെ കുറിച്ച് പറയുമ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കുറിച്ച് നമുക്ക് പറയാതെ വയ്യ. രാജ്യത്തിന് അങ്ങോളം ഇങ്ങോളമുള്ള ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഗാന്ധിയെയും ദേശീയ മൂല്യങ്ങളെയും സ്വാതന്ത്ര്യ സമരത്തെയും അങ്ങേയറ്റം പിന്തുണയ്ക്കുകയും ഭാവി തലമുറയിൽ ദേശീയതയ്ക്കുള്ള ആഴമായ ഒരു വികാരം ഉടലെടുക്കുകയും ചെയ്യുന്നതിൽ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അതിയായിട്ടുള്ള ഒരു പങ്കുണ്ട്. അപ്പോൾ ക്രൈസ്തവരായ നേതാക്കന്മാരും ക്രൈസ്തവ സമൂഹവും തങ്ങളുടെ സ്ഥാപനങ്ങളിലൂടെയും തങ്ങളുടെ ആശയവിനിമയ മാധ്യമങ്ങളിലൂടെയും ദേശീയതയ്ക്കും സ്വാതന്ത്ര്യ സമരത്തിനും അങ്ങേയറ്റം പിന്തുണ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു ചരിത്രം വസ്തുനിഷ്ഠമായി പഠിപ്പിക്കുന്നതിൽ നമ്മുടെ വേദികൾ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമാണ്. ഉദാഹരണമായിട്ട് നമ്മുടെ സൺഡേ സ്കൂളിന്റെ സിലബസിൽ ഞാൻ വിചാരിക്കുന്നില്ല ഈ ഒക്കെ വിഷയങ്ങൾ നമ്മൾ ഇന്നും പറയുന്നുണ്ട്, നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊരു സങ്കുചിതത്തിനപ്പുറം ക്രൈസ്തവരിൽ ആഴമായ ഒരു ദേശീയ ബോധം വളർത്തുകയാണ്. പ്രത്യേകിച്ച് വളരെ വർഗീയവാദികളായിട്ടുള്ള നേതാക്കന്മാർ ക്രൈസ്തവർ ഈ വലിയ സ്വാതന്ത്ര്യ സമരത്തിൽ വഹിച്ച നെടുനായകത്വത്തെ പ്രതിനായകരാക്കി വക്രീകരിച്ച് ചിത്രീകരിക്കുമ്പോൾ, നമ്മൾ ഇവിടെ ഒരു ആലമില്ലാതെ 76 വയസ്സായി ഈ സ്വതന്ത്ര ഇന്ത്യയിൽ അതിൽ നമ്മൾ ചെയ്ത ഭാഗധേയം എന്താണെന്ന് അറിയാതെ മറ്റുള്ളവരുടെ കുപ്രചരണങ്ങളിൽ ആത്മബലം നഷ്ടപ്പെട്ടവരായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മൾ സ്വതന്ത്ര ഇന്ത്യയെ അങ്ങനെ ആക്കിയെടുക്കുന്ന ചരിത്രത്തിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പഠിപ്പിക്കാൻ നമ്മുടെ വേദികൾക്ക് വേണ്ട വിധം പറ്റിയിട്ടില്ലെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയും അത് കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. വളരെ വളരെ പ്രസക്തമായ ആശയം. ഞാൻ തിരിച്ചു വരാം ഫാദർ ടോം. ശ്രീ സിജോ പനിയെടുത്ത്, നേരത്തെ ശ്രീ ജെയ്സ് പാണ്ഡനാണും ഫാദർ ടോമും പങ്കുവയ്ക്കുകയുണ്ടായി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ തുടക്കം മുതൽ ഓരോ നിർണായക ഘട്ടത്തിലും ക്രൈസ്തവരുടെ അല്ലെങ്കിൽ ക്രൈസ്തവ നേതാക്കളുടെ കയ്യൊപ്പുണ്ടായിരുന്നു. എന്നാൽ തലമുറകൾക്ക്, അതിനുശേഷം വന്ന തലമുറകൾക്ക് അത് കൃത്യമായി പകർന്നു കൊടുക്കുവാൻ പലപ്പോഴും സാധിച്ചില്ല. എന്തുകൊണ്ടായിരിക്കാം ഇത്രയധികം സംഭാവനകൾ ചെയ്ത, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി, രാജ്യത്തിന്റെ നവോത്ഥാനത്തിനൊക്കെ വേണ്ടി നിർണായകമായ പങ്ക് വഹിച്ച ക്രൈസ്തവരുടെ സംഭാവനകൾ വേണ്ടത്ര രീതിയിൽ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ പരാമർശിക്കാതെ പോയതിന്റെ കാരണം എന്തായിരിക്കാം ശ്രീ സിജോ? താങ്ക് യു ജോഡി. വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. സവിശേഷമായിട്ട് നമ്മൾ തെരഞ്ഞെടുക്കുന്ന വിഷയവും തീർച്ചയായിട്ടും കാലികമായിട്ട് ഏറെ പ്രസക്തമായിട്ടുള്ള ചിന്തയാണ് എന്നാണ് വിചാരം. പാഠപുസ്തകങ്ങളിൽ നിന്ന് ക്രൈസ്തവ നാമധാരികളുടെ പേരുകളും ക്രൈസ്തവ നാമധാരികളുടെ സംഭാവനകളും ഒക്കെ തുടച്ചു മാറ്റപ്പെടുന്ന ഒരു കാലത്താണ് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ അകത്തെ ക്രൈസ്തവ സാന്നിധ്യങ്ങളെ, അതിന്റെ സംഭാവനകളെ, അതെന്ത് എന്നുള്ള നമ്മുടെ പരിശോധനയും പ്രസക്തമാവുക എന്നുള്ളതാണ്. ചാവറയച്ചൻ ഒരുപക്ഷെ മലയാളിയെ കേരളത്തിൽ വിദ്യാഭ്യാസ സാംസ്കാരിക പുരോഗതിക്ക് വലിയ തോതിൽ സംഭാവന നൽകിയിട്ടുള്ള നവോത്ഥാന നായകനെന്ന് 100% വിളിക്കപ്പെടേണ്ട ചാവറയച്ചനെ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്നൊക്കെ മാറ്റാൻ, തുടച്ചു മാറ്റാൻ ശ്രമിക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണ് ഒരു പക്ഷേ ചരിത്രത്തിന്റെ അപനിർമ്മിതികൾ കൂടി ഉണ്ടാവുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്.
ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആവാം അത്തരത്തിലുള്ള മുഖങ്ങളെ, ക്രൈസ്തവ നാമധാരികളായിട്ടുള്ള മുഖങ്ങൾ കുട്ടികൾ പഠിക്കേണ്ടതില്ല എന്നുള്ള ചില സവിശേഷ താല്പര്യങ്ങളോടുകൂടിയുള്ള അജണ്ട, ആ അജണ്ടയ്ക്ക് വലിയ തോതിൽ പിന്തുണ കിട്ടുന്ന, അധികാര കേന്ദ്രങ്ങളുടെ പിന്തുണ കിട്ടുന്ന, അതിന്റെ വലിയ പ്രോത്സാഹനം ലഭിക്കുന്ന ഒരുപക്ഷെ സാംസ്കാരിക നായകർക്ക് പോലും നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ മതി, അങ്ങനെ പഠിപ്പിച്ചാൽ മതി, വിദ്യാഭ്യാസ വിചക്ഷണന്മാരോട് ഞങ്ങൾ വിളമ്പിത്തരുന്നത് നിങ്ങൾ പകർന്നു കൊടുത്താൽ മതി എന്ന് പോലും പറയപ്പെടുന്ന ഒരു രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ചരിത്ര നിർമ്മിതിയുടെ ഒരു കാലഘട്ടം. വിഷയം വളരെ ജാഗ്രതയോടെ, വളരെ സൂക്ഷ്മതയോടെ വിലയിരുത്തപ്പെടുകയും അപനിർമ്മിക്കപ്പെട്ട ചരിത്രത്തിന് ഒരു പുനർവായന ഉണ്ടാവുകയും, ബഹുമാനപ്പെട്ട ജയ്സാറൊക്കെ പറഞ്ഞതുപോലെ ഒരു പുനർവായന, ഒരു വീണ്ടു വിചാരം നമ്മുടെ ചരിത്ര വായനയ്ക്കകത്ത് ഉണ്ടാവുകയും നമ്മുടെ മക്കളെ ചരിത്രത്തിന്റെ ശരിയായ പാഠങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്യേണ്ടത് പുതിയ കാലത്തെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ്. ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തിലാണ് നമ്മൾ. ഈ 75 വർഷം സ്വാതന്ത്ര്യത്തിന്റെ വിവിധ തലങ്ങളെ, വിവിധ സ്വഭാവങ്ങളെ, വിവിധ രീതികളെ, സ്വാതന്ത്ര്യത്തിന്റെ നന്മകളെ, സൗന്ദര്യത്തെയൊക്കെ നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട്. എന്തായിരുന്നു സ്വാതന്ത്ര്യം? 75 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതീയൻ അനുഭവിച്ച സ്വാതന്ത്ര്യത്തിന്റെ നിറഭേദങ്ങൾ എന്തായിരുന്നു എന്ന് ചിന്തിച്ചാൽ ഉത്തരം ഒന്നാണ്. ഒരുപക്ഷെ അടിച്ചമർത്തപ്പെട്ടിരുന്ന, തങ്ങൾക്ക് അന്യമായിരുന്നതൊന്ന് തങ്ങൾക്ക് ലഭിച്ചു, അതായിരുന്നു സ്വാതന്ത്ര്യം. തങ്ങൾക്ക് അന്യമായിരുന്ന പലതും തങ്ങൾക്ക് ലഭിച്ചു, അതായിരുന്നു ഒറ്റവാക്കിൽ സ്വാതന്ത്ര്യം. ഒരുപക്ഷെ വിദ്യാഭ്യാസ രംഗത്തെയും ആദർശുശ്രൂഷ രംഗത്തെയും സാംസ്കാരിക രംഗത്തെയും സാമൂഹ്യ രംഗത്തെയും ഒക്കെ തങ്ങൾക്ക് അന്യവൽക്കരിക്കപ്പെട്ടത് എന്തായിരുന്നു എന്നും അത് ഭാരതീയന്, സവിശേഷമായി കേരളീയന് അത് സംഭാവന ചെയ്തത് ആരായിരുന്നു എന്നും നമ്മൾ വസ്തുനിഷ്ഠമായി പരിശോധിക്കുമ്പോൾ ഭാരതത്തിന്, രാജ്യത്തിന് ലഭിച്ച സ്വാതന്ത്ര്യത്തിന്റെ അവകാശികൾ തീർച്ചയായും അതിന്റെ മുൻപന്തിയിൽ ക്രൈസ്തവർ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ അവർക്ക് അന്യവൽക്കരിക്കപ്പെട്ട വിദ്യാഭ്യാസം, ഉദാഹരണമായി വിദ്യാഭ്യാസം, ഒരുപക്ഷെ ഭാരതീയന് അല്ലെങ്കിൽ ഒരുപക്ഷെ കീഴാള വിഭാഗത്തിന് അന്യമാക്കപ്പെട്ടിട്ടുള്ള അറിവിന്റെ ലോകം, വിശാലമായ ലോകത്തിലേക്ക്, അറിവിന്റെ ലോകത്തിലേക്ക് അവർക്ക് തുറന്നു കൊടുത്തത് ക്രൈസ്തവരായിരുന്നു, ക്രൈസ്തവ നേതാക്കളായിരുന്നു. ചാവറയച്ചൻ സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചതാണ്. സംസ്കൃതം പഠിക്കാൻ, വിദ്യ അഭ്യസിക്കാൻ സമൂഹത്തിലെ കീഴാള വിഭാഗത്തിന് അവകാശമില്ലായിരുന്ന ഒരു കാലഘട്ടത്തിന്റെ അകത്താണ് ചാവറയച്ചൻ സംസ്കൃത സ്കൂൾ ആരംഭിക്കുക. ഒരുപക്ഷെ നവോത്ഥാനം എന്ന വാക്ക് പോലും ഉന്നയിക്കപ്പെടുന്നതിന് മുമ്പേ, ചർച്ച ചെയ്യപ്പെടുന്നതിന് മുമ്പേ ആ നവോത്ഥാനത്തിന്റെ ആദ്യ വിത്തുകൾ പാകിയ ചാവറയച്ചനെ പോലെയുള്ള ആ ദാർശനിക മുഖങ്ങൾ രാജ്യത്തിന്, കേരളത്തിന് അഭിമാനമാണ് എന്നുള്ളതാണ്. അപ്പൊ അത്തരം ആ മലയാളിക്ക് അല്ലെങ്കിൽ ഭാരതീയന് സ്വാതന്ത്ര്യത്തിന്റെ ആ പ്രകാശം സമ്മാനിച്ച നിരയിൽ ക്രൈസ്തവരുടെ പേരുകൾ ഒട്ടും ചെറുതല്ലാതെ തിളങ്ങി നിൽക്കുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഓരോ ഘട്ടങ്ങളിലും ക്രൈസ്തവരുടെ ഇടപെടലുകൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ അത്തരം പേരുകളെ പുറമെ അവതരിപ്പിച്ചു കാണിക്കുന്നതിനേക്കാൾ മറച്ചു വെക്കാനായിരുന്നു ചരിത്രം എഴുതിയ, നേരത്തെ ജയ്സാറൊക്കെ പറഞ്ഞതുപോലെ സവർണ ചരിത്ര രചയിതാക്കളുടെയൊക്കെ താല്പര്യം എന്നുള്ളതാണ്. എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ക്രൈസ്തവ ആഭിമുഖ്യമുള്ള, ക്രൈസ്തവരെ ശരിയായിട്ടുള്ള ചരിത്രത്തെ പഠിക്കാനും അത് വ്യാഖ്യാനിക്കാനും അത് പകർന്നു കൊടുക്കാനുമുള്ള നിഷ്പക്ഷ ചരിത്ര രചയിതാക്കൾ, അത് ചരിത്രത്തിന്റെ മർമ്മം അറിഞ്ഞ് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ആളുകൾ കുറവായിരുന്നു എന്നുള്ള ഒരു സംശയം കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഇല്ലായിരുന്നു കൊണ്ടാവണം ക്രൈസ്തവ നാമധാരികൾ അപ്രസക്തരായി പോയതോ അല്ലെങ്കിൽ തിരശ്ശീലയ്ക്ക് പിന്നിലാക്കപ്പെട്ടതോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ കൊച്ചു കേരളത്തിലെടുത്താൽ മലയാളി മെമ്മോറിയൽ പോലെയുള്ള സ്വാതന്ത്ര്യ സമര ചരിത്രത്തോട് ചേർത്ത് നമ്മൾ വായിക്കേണ്ട, അതിന്റെ ഭാഗമായിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള വലിയ സമരങ്ങളുടെയൊക്കെ മുഖത്ത് ക്രൈസ്തവർ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ബാരിസ്റ്റർ ജോർജ് ജോസഫ് മലയാളി മെമ്മോറിയലിനൊക്കെ നേതൃത്വം കൊടുത്ത പ്രധാനപ്പെട്ട വ്യക്തിയാണ്. സ്വാതന്ത്ര്യ സമരകാലത്തെ ഒരിക്കലും ഒഴിവാക്കാനാവാത്ത മുഖങ്ങളാണ് ബാരിസ്റ്റർ ജോർജ് ജോസഫ്, തേവർത്തുണ്ടിയിൽ ടൈറ്റസ്, നിവീരിക്കൽ മാണി കത്തനാർ, അത്തരത്തിലുള്ള ഒരു TM വർഗീസ്, CM സ്റ്റീഫൻ, MJ ജോൺ പോലെയുള്ള ഒരുപാട് ക്രൈസ്തവ നാമധാരികളായിട്ടുള്ള മുഖങ്ങൾ. എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ, നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ പുതിയ തലമുറ അവരുടെ പാഠപുസ്തകങ്ങൾക്കകത്ത് പഠിക്കുന്നില്ല എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഒരുപക്ഷെ അതൊക്കെ തമസ്കരിക്കപ്പെട്ട, മൂടിവെക്കപ്പെട്ട ചരിത്രത്തിന്റെ ശേഷിപ്പുകളാണ് അതെല്ലാം എന്നുള്ളതാണ്. തീർച്ചയായും പുതിയ കാലം അത്തരം പേരുകൾ അടയാളപ്പെടുത്തിയിട്ടുള്ള സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ കൃത്യമായി പുതിയ കാലത്ത് ആവിഷ്കരിക്കാനും പ്രകാശിപ്പിക്കാനും നമുക്ക് ശരിയുടെ പക്ഷത്ത് നിൽക്കുന്ന ചരിത്ര നിർമ്മാതാക്കൾക്ക് കടമയുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കറിയാം, സാംസ്കാരികമായ ഇടപെടലുകൾ എല്ലാ കാലത്തും ക്രൈസ്തവ സഭ നടത്തിയിട്ടുണ്ട്. എന്റെ നിരീക്ഷണത്തിൽ എന്തായിരുന്നു അത്തരം ഒരു ക്രൈസ്തവ സഭയുടെ ഭാഗത്ത് വന്ന ഒരു പരിമിതി എന്ന് പറയുന്നത്, പക്ഷേ
സഭയുടെ ചരിത്രം ക്രൈസ്തവർ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾ ഇന്നലകൾ രൂപപ്പെടുത്തി, അല്ലെങ്കിൽ സഭാ ചരിത്രം എന്ത് എന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ ആ സഭാ ചരിത്രമാണ് കേരളത്തിലെ ക്രൈസ്തവരുടെ ചരിത്രം എന്നുകൂടി വ്യാഖ്യാനിക്കപ്പെടുകയോ തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടുകയോ ചെയ്ത ഒരു സാഹചര്യം ആയിരിക്കാം ഒരുപക്ഷെ യഥാർത്ഥ ക്രൈസ്തവ സ്വാതന്ത്ര്യ സമരമുഖങ്ങളെയും ആ ചരിത്രത്തെയും തമസ്കരിക്കപ്പെടാനായിട്ടുള്ള കാരണം എന്നാണ് എൻ്റെ ഒരു വിചാരം. നമുക്കറിയാം ദീപിക ദിനപത്രം, ഞാൻ ജോലി ചെയ്യുന്നത് ദീപിക ദിനപത്രത്തിലാണ്. ഈ ദീപിക ദിനപത്രത്തിന്റെ ആരംഭകാലത്ത് നസ്രാണി ദീപിക എന്നായിരുന്നു അതിന്റെ പേര്. പേരിൽ നസ്രാണി അല്ലെങ്കിൽ ക്രൈസ്തവ നാമം ഉണ്ടാകുമ്പോൾ പോലും ആ ദീപിക പ്രസ്ഥാനം അല്ലെങ്കിൽ ദീപിക ആരംഭിക്കുന്നത് ഒരുപക്ഷെ ഈ സമൂഹത്തിലെ സർവ്വ ജനവിഭാഗങ്ങൾക്കും കൂടി വേണ്ടിയായിരുന്നു. ഇതിൽ മാണിക്കത്തനാർ അതിന്റെ പ്രഥമ മുഖപ്രസംഗത്തിന്റെ അകത്ത് ഈ സമൂഹത്തിലെ മുഴുവൻ ആളുകളുടെയും അവശത അനുഭവിക്കുന്ന, സങ്കടം അനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന മുഴുവൻ ആളുകളുടെയും വേദനകൾ, സങ്കടങ്ങൾ ഭരണാധികാരികളുടെ മുഖങ്ങളിൽ അവരുടെ മുഖത്ത് എത്തിക്കുക എന്നുള്ളതാണ് ദീപികയുടെ കടമ എന്ന് പ്രഥമ മുഖപ്രസംഗത്തിന്റെ അകത്ത് ദീപിക കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 130 അധികം വർഷങ്ങൾ കടന്നുപോയ ദീപികയുടെ ചരിത്രത്തിന്റെ അകത്തൊക്കെ അത്തരം ചില സാമൂഹ്യമായ ഇടപെടലുകൾ, മതത്തിന്റെ വേലികൾക്കപ്പുറത്തേക്ക് സമൂഹത്തിലെ മുഴുവൻ ആളുകളുടെയും ആവശ്യങ്ങളെ, ഒരുപക്ഷെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള മുഴുവൻ ജനവിഭാഗങ്ങളുടെയും ആവശ്യങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു ചരിത്രം കൂടിയാണ് ദീപിക അടയാളപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് തിരിച്ചറിയണം. അപ്പൊ അതുകൊണ്ട് അത്തരം ആരാലോ തമസ്കരിക്കപ്പെട്ട ചരിത്രത്തെ കൃത്യമായി അടയാളപ്പെടുത്താൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ് പുതിയ കാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യം. മലയാളി മെമ്മോറിയൽ മാത്രമല്ല, വിവർത്തന പ്രക്ഷോഭമുണ്ട്, അതുപോലെ വൈക്കം സത്യാഗ്രഹമുണ്ട്. തുടങ്ങിയ സമരങ്ങളിലെല്ലാം ക്രൈസ്തവ നാമധാരികളുടെ, ക്രൈസ്തവരുടെയൊക്കെ വലിയ സംഭാവനകളെ നമുക്കറിയാൻ വേണ്ടി സാധിക്കും. അവഗണിക്കപ്പെട്ടുള്ള ഒരുപാട് എഴുത്തുകാർ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി സാംസ്കാരികമായി ഇടപെടൽ നടത്തിയിട്ടുള്ള ഭജയഭാരതം മാത്തുണ്ണിയെ പോലെയുള്ള ഒരുപാട് എഴുത്തുകാരായ ആളുകൾ, പത്രപ്രവർത്തകരായുള്ള ആളുകൾ, ഒരുപക്ഷെ ചരിത്രം ഒരുപാട് പത്രപ്രവർത്തകരുടെയും ഒരുപാട് എഴുത്തുകാരുടെയൊക്കെ പേരുകൾ വാനോളം കൊട്ടിഘോഷിക്കുമ്പോഴും അത്തരത്തിലുള്ള കൊട്ടിഘോഷിക്കലുകൾക്ക്, ഘോഷിക്കപ്പെടലുകൾക്ക് നിന്നുകൊടുക്കാത്ത, അതിന് അവസരം ലഭിക്കാതിരുന്ന ഒരുപാട് എഴുത്തുകാർ നമ്മുടെ ക്രൈസ്തവ സഭയ്ക്കകത്തുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മറന്നുകൂടാ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അവരെ കൂടി ഓർക്കാൻ ഈ 75ാം സ്വാതന്ത്ര്യ ദിന വാർഷികം നമുക്ക് ഇടയാകട്ടെ എന്നാണ് ആഗ്രഹം. വളരെ കൃത്യമായി തന്നെ അങ്ങ് അവതരിപ്പിച്ചു. ശ്രീ ജെയ്സ്, നമ്മൾ ഈ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ക്രൈസ്തവരുടെ സംഭാവനകൾ പരിശോധിക്കുമ്പോൾ തീർച്ചയായും നാം പരിശോധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഭരണഘടന. നമുക്കറിയാം, ഭരണഘടനയായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒത്തിരിയേറെ വിവാദങ്ങൾ നടക്കുന്ന നാളുകളാണ് ഇത്. ഈ രാജ്യത്തെ താങ്ങി നിർത്തുന്നതിൽ, ഈ രാജ്യത്ത് സ്വാതന്ത്ര്യവും സമത്വവും മതേതരത്വവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടന വഹിക്കുന്ന പങ്ക് ചെറുതല്ല. ഈ ഭരണഘടനയുടെ രൂപീകരണത്തിൽ ഈ ക്രൈസ്തവരുടെ ഒരു പങ്ക് എന്തായിരുന്നു ശ്രീ ജെയ്സ്? ഇവിടെ എനിക്ക് മുമ്പ് ടോമച്ചനും സിജോ സാറും വളരെ കൃത്യമായ കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഈ പറഞ്ഞ ആൾക്കാരെല്ലാം, ബാരിസ്റ്റർ ജോൺ ജോസഫ്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട PT ചാക്കോ, ഇവയെല്ലാം ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിരുന്നു. ബാരിസ്റ്റർ ജോൺ ജോസഫ് നിസ്സാരണക്കാരനായ ഒരാളല്ല. ഗാന്ധിയുടെ പത്രം യങ് ഇന്ത്യയുടെ പത്രാധിപരായിരുന്നു. മോട്ടിലാൽ നെഹ്റുവിന്റെ പത്രം ഇൻഡിപെൻഡന്റിന്റെ പത്രാധിപരായിരുന്നു. അദ്ദേഹം വൈക്കം സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ആയിരുന്നു, ജയിലിൽ പോയ ആളാണ്. ഹോം റൂൾ ലീഗ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആനി ബസന്റ് 3 പേരെ ഇംഗ്ലണ്ടിലേക്ക് അയച്ചതിൽ 3 പേരിൽ ഒരാൾ ബാരിസ്റ്റർ ജോൺ ജോസഫാണ്. ലക്നൗ ജയിലില് നെഹ്റുവിന്റെ കൂടെ കിടന്നാണ്. നെഹ്റുവിന്റെ ആത്മകഥയിൽ അത് പറയുന്നുണ്ട്, 7 പേര് റൂമിൽ കിടക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ ആളാണ്. C കേശവന്റെ കോഴഞ്ചേരിയിലെ പ്രസംഗം നടക്കുമ്പോൾ C കേശവനെ അറസ്റ്റ് ചെയ്തു, സർ CP-ക്കെതിരെ പ്രസംഗിച്ചതിന്റെ ഭാഗമായി. ആ കോഴഞ്ചേരിയിലെ നടന്ന സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ബാരിസ്റ്റർ ജോൺ ജോസഫാണ്. ഞാൻ ഇരുന്ന് സംസാരിക്കുന്നത് ചെങ്ങന്നൂർ ടൗണിൽ നിന്നുകൊണ്ടാണ്. ഞാൻ ചെങ്ങന്നൂരാണ് താമസിക്കുന്നത്. ചെങ്ങന്നൂരുകാരനാണ് ബാരിസ്റ്റർ ജോൺ ജോസഫ്. ചെങ്ങന്നൂർ ഊരയിൽ കുടുംബാംഗമാണ്. ആ ബാരിസ്റ്റർ ജോൺ ജോസഫ് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. മധുരയിൽ അദ്ദേഹം താമസിച്ചുകൊണ്ട് കാമരാജ് ഉൾപ്പെടെയുള്ള ആൾക്കാരുമായി അദ്ദേഹം പ്രവർത്തിച്ചുള്ള വ്യക്തിയാണ്. അദ്ദേഹമൊക്കെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ അംഗമായിരുന്നു. PT ചാക്കോ അംഗമായിരുന്നു. അതുപോലെ തന്നെ ആനിമസ് ക്രീം, അക്കാമ ചെറിയാൻ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആ ഭരണഘടനാ അസംബ്ലിയിൽ അംഗമായി പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. പലരുടെയും പേരുകൾ ഇതിനോടൊപ്പം തന്നെ സിജോ സാർ പറഞ്ഞല്ലോ. TM വർഗീസിനെ കുറിച്ച്, CM സ്റ്റീഫനെ കുറിച്ച്, അദ്ദേഹം മാവേലിക്കരക്കാരനാണ്. TV തോമസിനെ കുറിച്ച്, റോസമ്മ പുന്നൂസ്, ഇങ്ങനെ ഒത്തിരി ആൾക്കാരുടെ പേരുകൾ പറഞ്ഞു. ഈ പേരുകളൊന്നും നമുക്കറിയാം ചരിത്ര പുസ്തകങ്ങളിൽ ഇല്ല എന്നുള്ളതാണ്. ചരിത്രത്തെ ഒറ്റിക്കൊടുത്തവർ. നമുക്കറിയാം ഹിന്ദു മഹാസഭയ്ക്ക് യാതൊരു തരത്തിലുള്ള
പങ്കാളിത്തവും കിറ്റിന്റെ സമരത്തിലോ ബോംബെ നാവിക കലാപത്തിലോ സിവിൽ നിയമലംഘന സമരങ്ങളിലോ ഒരു പ്രക്ഷോഭങ്ങളിലും യാതൊരു പങ്കാളിത്തമില്ലാത്തവരാണ് ഹിന്ദു മഹാസഭ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ലെഫ്റ്റ് ധാര എന്ന് പറയുന്നത് ഒരു ഘട്ടത്തിൽ ഇവർ അംഗീകരിച്ചിരുന്നില്ല. കാരണം വെളുത്തവര് കറുത്തവർക്ക് അധികാരം, വെളുത്ത ഭൂർഷാസികൾ കറുത്ത ഭൂർഷാസികൾക്ക് അധികാരം കൈമാറി എന്ന് പറഞ്ഞ് ആഗസ്റ്റ് 15 ആപത്ത് 15 പറഞ്ഞ് കളിയാക്കിയവരാണ് ലെഫ്റ്റ് ധാര എന്ന് പറയുന്നത്. അപ്പം അവരൊക്കെയാണ് ഇപ്പോൾ ഇന്ന് ദേശസ്നേഹികളും ദേശീയവാദികളുമായിട്ടൊക്കെ രംഗത്ത് വന്നിരിക്കുന്നത്. എന്നാൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി, ഭരണഘടന ഇങ്ങനെ നിർമ്മിക്കുന്നതിന് വേണ്ടി ഡോക്ടർ BR അംബേദ്കർ എന്തുകൊണ്ടാണ് ഉണ്ടായത്? ബ്രിട്ടീഷ് ഇന്ത്യ ഉണ്ടായതുകൊണ്ടാണ്. ബ്രിട്ടീഷ് ഇന്ത്യക്ക് ശേഷം എന്തുകൊണ്ടാണ് ഒരു അംബേദ്കർ ഉണ്ടാകാതിരുന്നത്? സിജോ സാർ നന്നായി പറഞ്ഞു. ബ്രിട്ടീഷുകാർ പോയപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുന്നതിനകത്ത് ഒരു വലിയൊരു തമാശയുണ്ട്. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഒരു അർത്ഥം ഇതത് പറയുന്നുണ്ട്. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് എന്താ ഇവിടെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നത്? ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഒരു സ്വാതന്ത്ര്യം ഇല്ല. 19-ാം നൂറ്റാണ്ടിലെ കേരളം P. ഭാസ്കരനുടെ വായിച്ചു നോക്കണം. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പുള്ള ഇന്ത്യ എങ്ങനെയായിരുന്നു? ആരോഹണക്രമം ആദരിക്കപ്പെടുകയും അവരോഹണക്രമം അനാദരിക്കപ്പെടുകയും ചെയ്യുന്ന ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്ന നാട്. പാമ്പിനും പഴുതാരയ്ക്കും സ്വാതന്ത്ര്യം, പൂവിനും പൂമ്പാറ്റയ്ക്കും ഒക്കെ സ്വാതന്ത്ര്യം, പശുവിനും പാമ്പിനും സ്വാതന്ത്ര്യം, മനുഷ്യന് സ്വാതന്ത്ര്യമില്ലാത്ത ഒരു നാട്. ആ നാട്ടിലേക്കാണ് ബ്രിട്ടീഷുകാർ വന്നെന്ന് ഓർക്കണം. ബ്രിട്ടീഷുകാരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഞാൻ ന്യായീകരിക്കുന്നില്ല. പക്ഷേ ആ ബ്രിട്ടീഷ് ഇന്ത്യയിൽ വൈസ്രോയിയുടെ അസംബ്ലിയിൽ കൗൺസിൽ അംഗമായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. ബ്രിട്ടീഷ് ഇന്ത്യയിലാണ് ഡോക്ടർ BR അംബേദ്കർ ഉണ്ടായത്. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ പോയപ്പോൾ അംബേദ്കറിന് വേദന ഉണ്ടായത്. കാരണം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഒരിക്കലും ഇന്ത്യയിലെ ബ്രാഹ്മണ കയ്യിലേക്കാണ് പോകുന്നത്. അത് എൻ്റെ ജനതയ്ക്ക് എപ്പോഴും കഷ്ടപ്പാടായിരിക്കുമെന്ന് ഡോക്ടർ BR അംബേദ്കർ മൗണ്ട് ബാറ്റൻ പ്രഭുവിൽ പറയാനും കാരണം അതാണ്. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഇവിടെ തന്നങ്ങ് സമത്വമായിരുന്നു. ബ്രിട്ടീഷുകാർ വന്നതെല്ലാം ഇല്ലാതാക്കി അവർ പോയപ്പോൾ അങ്ങ് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുന്നതിനകത്ത് ഒരു കാപട്യമുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കപ്പെട്ടത് തന്നെ ബ്രിട്ടീഷുകാരുടെ ഭരണമാണ്. കാരണം ദേശീയ നവോത്ഥാനത്തിന്റെ അനന്തര ഫലമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. അവര് ഇംഗ്ലീഷ് പഠിപ്പിച്ചത് കൊണ്ട് ആധുനിക മോഡേൺ എഡ്യൂക്കേഷൻ, അവര് കൊടുത്ത ആധുനിക വിദ്യാഭ്യാസം, അവര് കൊടുത്ത ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, ആ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അവർ കൊടുത്തുകൊണ്ടാണല്ലോ, ഇംഗ്ലീഷ് മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച്, അമേരിക്കൻ വിപ്ലവത്തെക്കുറിച്ച്, ഷേക്സ്പിയറിനെ, വോൾട്ടയറിനെ, റൂസോയെ, സ്പെൻസറിനെ, നെരൂദയെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പാശ്ചാത്യ വെസ്റ്റേൺ ഡെമോക്രസിയെ കുറിച്ച്, അവിടെ നടന്ന ലിബറേഷൻ മൂവ്മെന്റുകളെ കുറിച്ച് വായിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? ഇംഗ്ലീഷ് അറിഞ്ഞതുകൊണ്ടല്ലേ. ആ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും മോഡേൺ എഡ്യൂക്കേഷനും കിട്ടിയത് ബ്രിട്ടീഷുകാർ നൽകിയത് കൊണ്ട് തന്നെയാണ്. അപ്പൊ ദേശീയ നവോത്ഥാനത്തിന്റെ അനന്തരഫലമായിട്ടാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പോലും നയിക്കപ്പെട്ടതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. റോമച്ചൻ പറഞ്ഞതുപോലെ തന്നെ അതിനുവേണ്ടി രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ തന്നെ ഒരു ക്രൈസ്തവനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ കൽക്കട്ടക്കാരനായ ക്രൈസ്തവനാണ്. അതുപോലെ തന്നെ വില്യം വെഡർബനെ പോലെയുള്ള കോൺഗ്രസിന്റെ പ്രസിഡന്റ്, ജോർജ് യുവിനെ പോലെ കോൺഗ്രസ് പ്രസിഡന്റ്, ഇവരെല്ലാം ക്രൈസ്തവരായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ആനി ബെസന്റ് ആകട്ടെ, പണ്ഡിത രമാഭായി ആകട്ടെ, ഈ ആളുകളെല്ലാം കൃത്യമായി പ്രവർത്തിച്ചിരുന്നു. ഇവിടെ മാരാമണിലെ തേവർദുണ്ടിയിലെ ടൈറ്റസ് ജിയെ കുറിച്ച് സിജോ സാർ പറഞ്ഞു. 78 പേര് ദണ്ഡിയാത്രയ്ക്ക് പോയാൽ ഒരാള് ടൈറ്റസ് ജിയാ. ടൈറ്റസ് ജി ഗാന്ധിയെ വിളിച്ചത്. ഗാന്ധി ടൈറ്റസ് ജി എന്ന് വിളിക്കണമെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കണം. CF ആൻഡ്രൂസ് ഗാന്ധിയെ മോഹൻ എന്നാണ് വിളിക്കുന്നത്. CF ആൻഡ്രൂസ് ഗാന്ധിയെ മോഹൻ എന്ന് വിളിക്കണമെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കണം. CF എന്ന് പറയുന്നത് ക്രൈസ്റ്റ് ഫോളോവർ അല്ലെങ്കിൽ ക്രൈസ്റ്റ് ഫെയ്ത്ത്ഫുൾ ആൻഡ്രൂസ് എന്ന് ഗാന്ധി പറയുമായിരുന്നു. ആ തരത്തിൽ CF ആൻഡ്രൂസ് കരിസ്മയുള്ള ആളാണ്. അദ്ദേഹം ഗോപാലകൃഷ്ണ ഗോഖലെയുമായി സംസാരിച്ചപ്പോൾ കരുത്തും കാമ്പും കാലിബറുമുള്ള ഒരു മനുഷ്യനാണ് മനസ്സിലായപ്പോൾ നേരിട്ട് ദക്ഷിണാഫ്രിക്കയിൽ പോയി ഗാന്ധിയുമായി സംസാരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഗാന്ധി ഇവിടെ വരുന്നത്. അങ്ങനെ CF ആൻഡ്രൂസ്, സ്റ്റാൻലി ജോൺസ് ഖാദിയാണ് ഉപയോഗിക്കുന്നത്. അദ്ദേഹം നിരന്തരമായി അദ്ദേഹത്തിന് ആശ്രമം സന്ദർശിക്കുമായിരുന്നു. ടൈറ്റസ് ജി അസരിയ ബിഷപ്പിനെ കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ബാരിസ്റ്റർ ജോൺ ജോസഫിനെ കുറിച്ച് പറഞ്ഞല്ലോ. ക്രിസ്ത്യാനിറ്റിയോട് ഗാന്ധിക്ക് കൂടുതൽ അടുപ്പം തോന്നാനും ഗിരിപ്രഭാഷണം കൂടുതൽ മനസ്സിലാക്കാനും സത്യാഗ്രഹയെക്കുറിച്ചും നോൺ വയലൻസിനെ കുറിച്ചും എന്നെ മനുഷ്യത്വം രൂപപ്പെടുത്തിയത് ഈ വായനയാണെന്ന് മനസ്സിലായത് തന്നെ ഇങ്ങനെയുള്ള ബാരിസ്റ്റർ ജോൺ ജോസഫും ടൈറ്റസ് ജിയും സ്റ്റാൻലി ജോൺസും ബിഷപ്പ് അസരിയായും CF ആൻഡ്രൂസും അടക്കമുള്ള ക്രൈസ്തവരുടെ ഒരു കൂട്ടായ്മ നിമിത്തമാണ്. മാത്രമല്ല ഇംഗ്ലണ്ടിൽ ബ്രിട്ടീഷ് പാർലമെന്റ് ഇതിനുവേണ്ടി സംസാരിക്കുന്നുണ്ടായിരുന്നു. ബ്രിട്ടീഷ് പാർലമെന്റിൽ
ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിക്കുന്നവരുണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ക്ലാഫാം സെക്ടിനെ കുറിച്ച് അറിയാമല്ലോ. ക്ലാഫാം സെക്ട് എന്ന് പറയുന്ന ഒരു പ്രയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ക്ലാഫാം സെക്ട് എന്ന് പറയുന്ന പ്രയർ ഗ്രൂപ്പിൽ ആംഗ്ലിക്കൻ മിഷണറിമാരുണ്ടായിരുന്നു. ബ്രിട്ടീഷ് പാർലമെന്ററിമാരായ ആംഗ്ലിക്കൻ സഭാംഗങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലാഫാം സെക്ട് എന്ന് പറയുന്ന ഒരു പ്രയർ ഗ്രൂപ്പ് പോലും ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് സംസാരിച്ച ആൾക്കാരായിരുന്നു. അതുപോലെ തന്നെ നാഷണൽ ക്രിസ്ത്യൻ കൗൺസില്, അഖിലേന്ത്യാ ക്രൈസ്തവ സമ്മേളനം, YMCA, ഇവരെല്ലാം ഈ വിഷയത്തിന് വേണ്ടി പോരാടിയവരായിരുന്നു, ശക്തമായി പോരാടിയവരായിരുന്നു. അതുപോലെ തന്നെ ഭരണഘടന ഉണ്ടാക്കുന്നതിന്റെ പേരിൽ ഭരണഘടന അസംബ്ലിയില് PC തോമസിന്റെ പിതാവ് PT ചാക്കോയെ, TV തോമസ്, കാമച്ചെറിയാൻ അടക്കമുള്ള ആൾക്കാരെ കുറിച്ച് അറിയാം. ഒരാളുടെ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ആരെങ്കിലും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അറിയാമോ റവറൻഡ് JJM നിക്കോൾസ് റോയ്? JJM നിക്കോൾസ് റോയ് എന്ന് പറഞ്ഞ ആളിന്റെ പേര് ചരിത്രത്തിലില്ല. അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയുടെ 6ാമത്തെ ഷെഡ്യൂള് എഴുതി ചേർത്തയാളാണ്. അദ്ദേഹം ആസാമിൽ മേഘാലയയിൽ ജനിച്ച ഒരു ബ്രാഹ്മണനാണ്. പിന്നീട് കൺവെർട്ട് ചെയ്ത് ക്രിസ്ത്യനായ ആളാണ്. ഇവാഞ്ചലിസ്റ്റായ ഭരണഘടനാ അസംബ്ലിയിൽ അംഗമായ ഒരാളാണത്. ഒരു ക്രിസ്ത്യൻ മിനിസ്റ്റർ ആയിരുന്നു. ചർച്ച് ഓഫ് ഗോഡ് ഇൻ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന ആൻഡേഴ്സൺ ചർച്ച് ബോർഡ്, ഒരു സാഹിബിന്റെ പേരാണ്. ആൻഡേഴ്സൺ ചർച്ച് ബോർഡിലെ അംഗമായിരുന്നു അദ്ദേഹം. ഇവാഞ്ചലിസ്റ്റായി, മിഷണറി ആയിക്കൊണ്ട് പ്രവർത്തിച്ച, ക്രിസ്ത്യൻ മിനിസ്റ്റർ ആയിക്കൊണ്ട് പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ പ്രവർത്തനായിരുന്നു റവറൻഡ് JJM നിക്കോൾസ് റോയ്. ജെയിംസ് റോയ്, മോഹൻ നിക്കോൾസ് റോയ് എന്ന് പറയുന്നത് അദ്ദേഹമാണ്. ഭരണഘടനാ അസംബ്ലിയിൽ അംഗമായിരുന്നു. ഭരണഘടന 6ാം ഷെഡ്യൂൾ രചിച്ചത് അദ്ദേഹമാണ്. മലയോര മേഖലകളെ ഇന്ത്യയുമായി സംയോജിപ്പിച്ച് രൂപകൽപ്പന ചെയ്ത അദ്ദേഹമാണ്. അദ്ദേഹം ഈ ട്രൈബൽ ഏരിയക്കെല്ലാം പ്രത്യേകമായ അഡ്മിനിസ്ട്രേഷൻ വേണമെന്ന് വാദിച്ച ഒരാളാണ്. അദ്ദേഹം ആസാം മന്ത്രിസഭയില് അംഗമായിരുന്ന ഒരു വ്യക്തിയാണ്. പാകിസ്ഥാനോട് ആസാം ചേർക്കുന്നതിനെ എതിർത്ത ആളാണ്. ഈ JJM നിക്കോൾസ് റോയെ ആളുകൾക്ക് അറിയത്തില്ല. മാപ്പ് എഴുതി കൊടുത്ത് സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിവരെ ദേശീയവാദികളായിട്ടെന്ന്, നമ്മള് രാജ്യസ്നേഹികളായിട്ടെന്ന് ഇന്ന് കൊണ്ടാടുന്നു. പാർലമെന്റിൽ അവരുടെ ചിത്രം വെച്ച് ഗാന്ധിയുടെ അടുത്ത്, ഗാന്ധിവധത്തിന്റെ 7ാം പ്രതിയാണ് വധത്തിലെ, അവരെ ആഘോഷിക്കുന്നു. ഈ രീതികളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പത്രത്തിന്റെ കാര്യം ജേർണലിസ്റ്റ് കൂടിയായ സിജോ സാറ് പറഞ്ഞല്ലോ. രാജ്യസമാചാരം വേണ്ട, അതിനു മുമ്പ് നമുക്ക് ബാപ്റ്റിസ്റ്റ് മിഷണറിമാരുടെ, സെറാംപൂർ മിഷണറിമാരുടെ പത്രങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ദിഗ്ദർശന്, സമാചാർ ദർപ്പൺ, ഫ്രണ്ട് ഓഫ് ഇന്ത്യയിലെ ലേഖനങ്ങൾ വായിച്ച് ബ്രിട്ടീഷ് പാർലമെന്റ് ചർച്ചയുണ്ട്. വില്യം കെറിയുടെ രാജ്യസമാചാരം ആദ്യത്തെ പത്രം, പിന്നീട് പശ്ചിമോദയം, പിന്നീട് ജ്ഞാനനിക്ഷേപം കോട്ടയത്തിൽ നിന്ന്, അങ്ങനെ വിവിധങ്ങളായ പത്രങ്ങളുണ്ടായി. അങ്ങനെ നസ്രാണി ദീപികയിൽ മലയാള മനോരമ നിൽക്കുന്ന കണ്ടത്തിൽ മാപ്പിളയുടെ ഒക്കെ ഇടപെടലുകളെ, ഈ പത്രങ്ങൾ ജനങ്ങളുടെ ഉണ്ടായ ജനാധിപത്യ പൗരബോധങ്ങൾ, ദേശീയബോധം, വിവിധങ്ങളായ ദേശോദ്ഗ്രഥത്തെ കുറിച്ചുള്ള നിരന്തരങ്ങളായ റൈറ്റിങ്സ്, വെസ്റ്റേൺ മൂവ്മെന്റുകളെ കുറിച്ചുള്ള ലേഖനങ്ങൾ, ഇതെല്ലാം വായിച്ചിട്ട് വലിയൊരു ദേശീയ ബോധം തന്നെ ജനങ്ങളിൽ ഉണ്ടാക്കിയതിൽ ഈ പത്രങ്ങൾക്ക് കൃത്യമായി ദിഗ്ദർശന്, സമാചാർ ദർപ്പൺ, ഫ്രണ്ട് ഓഫ് ഇന്ത്യ, രാജ്യസമാചാരം, പശ്ചിമോദയം, അതുപോലെ തന്നെ ജ്ഞാനനിക്ഷേപം, ദീപിക, മലയാള മനോരമ വരെ നിൽക്കുന്ന പത്ര പ്രവർത്തന ചരിത്രം, മിഷണറി ജേർണലിസത്തിന്റെ ഒരു പത്രപ്രവർത്തനത്തിന്റെ ചരിത്രവും സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കൂടിയാണ്. വളരെ വിലപ്പെട്ട വിവരങ്ങൾ, പലരും അറിയാതെ പോകുന്ന പല വിലപ്പെട്ട വിവരങ്ങളുമാണ് ശ്രീ ജെയ്സ് പങ്കുവച്ചത്. ഫാദർ ടോം, ഈ ക്രൈസ്തവരുടെ ഒരു സംഭാവനകൾ എത്തരത്തിൽ അത് വക്രീകരിക്കപ്പെടുന്നു, അത് എങ്ങനെ പൊതുസമൂഹം അറിയാതെ പോകുന്നു എന്നതിനെ പറ്റി നാം ചർച്ച ചെയ്യുന്നു. ഇത് പൊതുസമൂഹം വേണ്ടത്ര രീതിയിൽ അറിയാതെ പോകുന്നതിൽ ക്രൈസ്തവ സമുദായത്തിന്റെ ഒരു ജാഗ്രത കുറവും വലിയൊരു പങ്ക് വഹിച്ചിട്ടില്ലേ? ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ, നമുക്കറിയാം ഈ ദിവസങ്ങളിൽ വളരെയധികം വിവാദമായ ചാവറേച്ചിനെ കുറിച്ചുള്ള പാഠഭാഗങ്ങൾ ഒഴിവാക്കിയെന്ന ആ ഒരു വിവാദം, അത് ദീപിക ദിനപത്രം ഈ 2022 അത് വാർത്തയാക്കിയപ്പോഴാണ് പലരും അത് ചർച്ചയാക്കിയത്. എന്നാൽ വാസ്തവത്തിൽ ഈ ഒരു വിവാദം ഉണ്ടായപ്പോൾ 2014 മുതൽ ആ ഒരു പാഠപുസ്തകത്തിൽ ഈ ചാവറേച്ചിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട പരാമർശങ്ങൾ ഒഴിവാക്കിയിരുന്നു. ഈ 2014 മുതൽ ആ ഒരു പാഠപുസ്തകം പല വൈദികരും പഠിപ്പിച്ചിട്ടുണ്ടാകാം, പല സിസ്റ്റേഴ്സും പഠിപ്പിച്ചിട്ടുണ്ടാകാം, പല വേദപാഠ അധ്യാപകരും സ്കൂളുകളിൽ പഠിപ്പിച്ചിട്ടുണ്ടാകാം. അന്ന് ആ സമയത്തൊന്നും ക്രൈസ്തവ സമുദായത്തിന്റെ അല്ലെങ്കിൽ സഭാ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ അത്തരമൊരു വക്രീകരണം ശ്രദ്ധയിൽപ്പെട്ടില്ല. മറ്റൊരു കാര്യം, ഈ വാര്യംകുന്നത്തൊക്കെയായിട്ട് ബന്ധപ്പെട്ട് വിവാദങ്ങൾ നടന്നപ്പോൾ ആ ഒരു പ്രത്യേക വിഭാഗം വലിയ രീതിയിൽ സമരങ്ങളും ചർച്ചകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. ആ ഒരു വ്യക്തിയെ കുറിച്ച് തന്നെ വ്യത്യസ്തമായ 2 ആംഗിളിൽ സിനിമകൾ നിർമ്മിക്കാൻ ചിലർ മുന്നോട്ട് വരുന്നു. ഇത്തരത്തിലൊരു ക്രൈസ്തവ ചരിത്രം വക്രീകരിക്കപ്പെടുമ്പോൾ കുറെ കൂടി നാം ക്രൈസ്തവ സമുദായം ജാഗ്രത പുലർത്തേണ്ടതല്ലേ? നമ്മുടെ ഫോക്കസ് പലപ്പോഴും മാറിപ്പോകുന്നുണ്ടോ ഫാദർ ടോം? താങ്ക് യു ജോർജി. അതൊരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ചോദ്യമാണ് എന്നോട് ചോദിച്ചത്. സത്യത്തിൽ
നമ്മുടെ സമൂഹം, ക്രൈസ്തവ സമൂഹം ഒരു വലിയ ഉറക്കത്തിലാണ്. ഒരു പ്രശ്നം വരുമ്പോൾ വന്ന് മൂക്കിലിടിക്കുമ്പോൾ ഞെട്ടി എഴുന്നേൽക്കുകയും അതിനുശേഷം എന്തെങ്കിലും ഒരു ചെറിയ പ്രതികരണങ്ങൾ നടത്തി വീണ്ടും സുഖകരമായ ആലസ്യത്തിലേക്ക് പോവുകയും ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിന്റെ, ക്രൈസ്തവരുടെ ഒരു വളരെ കൃത്യമായ ഒരു സ്വഭാവവിശേഷമാണ്. അതിന്റെ തെളിവ് 2007 ഈ 7ാം തരം പാഠപുസ്തകത്തോട് കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്തോ ഒരു പ്രത്യേക താല്പര്യം. അതുകൊണ്ടാണ് MA ബേബി ഈ 2006-7 മതമില്ലാത്ത ജീവൻ ഇത് 7ാം തരം പാഠപുസ്തകത്തിൽ കയറ്റി. നമ്മൾ അന്നൊരു വിവാദം ഉണ്ടാക്കി, പ്രശ്നങ്ങൾ നമ്മൾ വന്ന് പ്രസംഗം പറയുന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, പല സ്ഥലങ്ങളിൽ പോയി. ഈ 7ാം തരം പാഠപുസ്തകത്തിൽ 2014 ഇതേ കമ്മ്യൂണിസ്റ്റുകാര്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഇവർ ഇപ്പോൾ പറഞ്ഞ ഈ ചാവറയച്ചനെ നവോത്ഥാന നായകരുടെ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള ഈ സംഭവം നടത്തി. ദീപിക പത്രം 2022 ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് വരെ കഴിഞ്ഞ 8 വർഷങ്ങൾ പഠിച്ചുപോയ അസംഖ്യം കുട്ടികൾ ചാവറയച്ചനെ കുറിച്ച് അറിയാതെ പോയെങ്കിൽ അതിന്റെ ഉത്തരവാദി ഈ സമൂഹമാണ്. ഫാദർ ടോം, അതിനകത്ത് ഒരു വസ്തുപരമായിട്ട് ഒരു കാര്യം എനിക്ക് തോന്നുന്നു 2014 അബ്ദുറബിന്റെ കാലഘട്ടത്തിലല്ലേ അതിനൊരു മാറ്റം വരുത്തിയത്, അല്ലെ? 2014. സോറി, എനിക്ക് അതിൽ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടാവും. 2014 മുതൽ ഈ 8 വർഷങ്ങൾ ഇത് പഠിപ്പിച്ചു. ജോർജി പറഞ്ഞ ഒരു ചോദ്യം വളരെ കറക്റ്റ് ആണ്. ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എല്ലാ ആനുകൂല്യങ്ങളും ഉള്ള നമ്മുടെ പള്ളിക്കൂടങ്ങൾ അത് നിൽക്കുന്നത് തന്നെ നമ്മുടെ സംസ്കാരവും ചരിത്രവും മൂല്യങ്ങളും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അവിടെ പഠിപ്പിച്ച ആർക്കും ഇത് തിരിച്ചറിയാൻ പറ്റിയില്ല, അവരാരും ഇതിനെതിരെ പ്രതികരിച്ചില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ വിശ്വാസത്തോടും ഈ സമൂഹത്തോടുമുള്ള പ്രതിബദ്ധതയെ തന്നെയാണ് നമ്മൾ സംശയിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സമൂഹം കടന്നു പോകുന്ന അപകടകരമായ ഒരു ഉറക്കമുണ്ട്. ഇനി മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെടുത്തി പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ദേശീയ പ്രസ്ഥാനങ്ങളിൽ അല്ലെ ദേശീയ സമരത്തിൽ പ്രതിനായക സ്ഥാനത്ത് നമ്മളെ നിർത്തുകയും നമ്മൾ ബ്രിട്ടീഷുകാർക്ക് സ്തുതി പാടി എന്നൊക്കെ പറയുകയും ചെയ്യുമ്പോൾ, ഈ ബ്രിട്ടീഷുകാർക്ക് അല്ലെങ്കിൽ ഭരണ സമൂഹത്തിന് സ്തുതി പാടാത്ത ഏത് സമൂഹമാണ് ഇവിടെ ഉള്ളതെന്നാണ് ചോദിക്കേണ്ടത്. ഇവിടെ ചെരുപ്പ് തുടച്ചവരും മാപ്പ് എഴുതിയവരും എല്ലാം നിരന്നു നിൽക്കുകയാണ്. ഈ നമ്മളിപ്പോൾ മലയാളത്തിൽ കുറച്ച് സിനിമകൾ ഇറങ്ങുന്നുണ്ട്, കുഞ്ഞാലി മരക്കാര്, വാര്യൻ കുന്നൻ ഇറങ്ങാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ട് ഈ സിനിമകളിലൊക്കെ ഇവിടെയൊക്കെ ആദർശവൽക്കരിക്കപ്പെടുന്ന ഒരു കള്ള ചരിത്രമുണ്ട്. അവിടെ ഈ പറങ്കികൾ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ, എല്ലാത്തിനും പറങ്കി എന്നുള്ള പേരാണ് ഉപയോഗിക്കുന്നത്. ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും തമ്മിലുള്ള വ്യത്യാസം പോലും ഈ സിനിമാക്കാർക്ക് അറിയാൻ പാടില്ല. പക്ഷെ ഇതൊക്കെ ഒരു ടാർഗറ്റഡ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഇവരേതാണ്ട് ഈ ഇന്ത്യയെ മുഴുവൻ ചൂഷണം ചെയ്ത് നശിപ്പിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. ഈ പോർച്ചുഗീസുകാർ വരുന്ന 16ാം നൂറ്റാണ്ടിന് മുമ്പ് ആരായിരുന്നു കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങൾ മേടിച്ചിരുന്നത്? ആരായിരുന്നു ഇന്ത്യയിൽ നിന്ന് വ്യാപാര ബന്ധം നടത്തി ലൂട്ട് ചെയ്തിരുന്നത്? അത് അറബികളായിരുന്നു. ഈ 4 നൂറ്റാണ്ടുകൾ യൂറോപ്യന്മാര് ഇവിടെ ഭരിച്ചു, അവർ കച്ചവടം നടത്തിയെങ്കിൽ അവർ അറ്റ്ലീസ്റ്റ് റെയിൽ പാലങ്ങളും ഇംഗ്ലീഷ് വിദ്യാഭ്യാസമെങ്കിലും കൊടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പ് കേരളത്തെ ലൂട്ട് ചെയ്ത അറബികൾ, കച്ചവടം നടത്തിയ അറബികൾ ഇവിടെ എന്ത് സംഭാവനയാണ് ചെയ്തത്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതിനപ്പുറം ചരിത്രത്തെ അധികാരവും പണക്കൊഴുപ്പും ഉള്ളവർ ഭീകരമായി മാറ്റി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും നമ്മുടെ സമൂഹത്തിന് മാത്രം ഇത് ബോധം വരുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ പ്രതിനായക സ്ഥാനത്ത് ആരാണ് നമ്മളെ നിർത്തിയതെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാതെ പോവാണ്. ഇനി ഈ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ തലശ്ശേരിയിൽ നിന്ന് പറയുമ്പോൾ, മലബാറിൽ നിന്ന് പറയുമ്പോൾ, ഞാൻ 1-2 പേര് കൂടി പറയാതെ എനിക്ക് കടന്നു പോകാൻ പറ്റില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആള് സാമുവൽ ആരോൺ എന്ന് പറയുന്ന വ്യക്തിയാണ്. 1920 മുതൽ കേളപ്പന്റെ ഒപ്പം ദേശീയ പ്രസ്ഥാനത്തിൽ തന്റെ സമ്പത്തും സകല സംഘാടക ശേഷിയും അങ്ങേറ്റം ചെലവഴിച്ചിട്ടുള്ള ആളാണ് സാമുവൽ ആരോൺ. പ്രത്യേകിച്ച് ഗാന്ധിജിയുടെ ഉപ്പു സത്യാഗ്രഹത്തിൽ, പയ്യന്നൂർ കേന്ദ്രീകരിച്ചുള്ള ഉപ്പു സത്യാഗ്രഹത്തിൽ അദ്ദേഹമാണ് അതിന്റെ മുഖ്യ സംഘാടകനായിരുന്നത്. 1930 ബ്രിട്ടീഷ് വിരുദ്ധ സമരം നടത്തിയതിന്റെ പേരിൽ വെല്ലൂർ ജയിലിൽ അടയ്ക്കപ്പെട്ട ആളാണ് സാമുവൽ ആരോൺ. 1931 കണ്ണൂർ നഗരസഭയിൽ അദ്ദേഹം അംഗമായിരുന്നു എന്ന് ഓർക്കണം. അപ്പോൾ സാമുവൽ ആരോണും അദ്ദേഹത്തിന്റെ ഭാര്യയും അവരുടെ സമ്പത്ത് മുഴുവൻ ബ്രിട്ടീഷുകാർ കണ്ടുകെട്ടുകയാണ് അവസാനം ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന്റെ സംഭാവന, അതുപോലെ തന്നെ ദേശീയ പ്രസ്ഥാനത്തിൽ ഇന്ത്യക്ക് ഒരു സ്വയംഭരണം വേണമെന്നുള്ള ബോധം ശരിക്കും തുടങ്ങുന്നത് ഹോം റൂൾ പ്രസ്ഥാനത്തോടു കൂടിയാണ്. റോമൻ കത്തോലിക്കനായിട്ടുള്ള ജോൺ ബാപ്റ്റിസ്റ്റയാണ് ഹോം റൂൾ പ്രസ്ഥാനം തുടങ്ങിയത്. അതുവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ഇന്ത്യക്കാരുടെ ചില്ലറ പ്രശ്നങ്ങൾ ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു സംവിധാനമായിട്ട് നിന്നപ്പോൾ 1-ാം ലോകമഹായുദ്ധ കാലത്ത് തന്നെ ബ്രിട്ടൻ ഇന്ത്യക്ക് സ്വയംഭരണാവകാശം കൊടുക്കണമെന്ന് ശക്തമായി ബാധിച്ച ഹോം റൂൾ പ്രസ്ഥാനം തുടങ്ങിയത് ജോസഫ് ബാപ്റ്റിസ്റ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ ദേശീയതയുമായി ബന്ധപ്പെട്ട്
നിരവധി വ്യക്തികളുടെയും അവരുടെ ത്യാഗപൂർവമായ അധ്വാനത്തിന്റെയും ചരിത്രം ഈ കേരളത്തിലെ, ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹത്തിനുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ദേശീയതയും ക്രൈസ്തവനും തമ്മിലുള്ള അഭേദ്യമായ ഒരു ബന്ധം യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന് പുറകിൽ തന്നെ, ഒരുപക്ഷെ ഈ ഭാരത ജനത സ്വപ്നം കാണുന്നതിന് മുമ്പേ ദേശീയ വികാരം ഉണ്ടായിരുന്നത് കേരളത്തിലെ ക്രൈസ്തവർക്കാണ്. അതുകൊണ്ടാണ് കൂനം കുരിശ് സത്യങ്ങൾ അവർ നടത്തേണ്ടി വന്നത്. അവർ വൈദേശിക മേൽക്കോയ്മ ആത്മീയ ഇടങ്ങളിൽ പോലും അനുവദിക്കാത്തത്ര തികഞ്ഞ ദേശീയ ബോധമുള്ള സമൂഹമായിരുന്നു നമ്മുടേത്. ആ നമ്മളെ ആർക്കാണ് ദേശവിരുദ്ധരായിട്ടും ദേശീയ വിരുദ്ധരായിട്ടും ചിത്രീകരിക്കാൻ പറ്റുന്നത്? അങ്ങനെ മാറ്റി എഴുതപ്പെടുന്ന സകല ചരിത്രങ്ങളെ കുറിച്ചും അതിന്റെ പിറകിലുള്ള ആളുകളെ കുറിച്ചും നമ്മൾ ബോധമുള്ളവരാകുകയും നിതാന്തമായ ഒരു ജാഗ്രത, നമ്മൾ ഇന്നായിരിക്കുന്ന അലസതയിൽ നിന്ന്, നമ്മൾ നമ്മുടെ സമൂഹത്തിൽ, ക്രൈസ്തവ സമൂഹം സ്വന്തം ചരിത്രം നഷ്ടപ്പെട്ട ഒരു സമൂഹമാണ്. ആ ഒരു വിഫലസന്ധിയിലും പരസ്പരം പോരടിക്കുകയും നിസ്സാര കാര്യങ്ങളെ ചൊല്ലി ഭിന്നിക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടത് ഒരു ജാഗ്രതയും തിരിച്ചറിവുമാണ്. നമ്മൾ ആരായിരുന്നുവെന്നും നമ്മൾ എങ്ങനെ ഈ ഭാരതത്തിന്റെ ദേശീയ വളർച്ചയ്ക്ക് ഭാഗധേയങ്ങൾ നൽകി എന്നുമുള്ള തിരിച്ചറിവാണ്. അത് എത്തിക്കാനുള്ള വേദികൾ നമുക്ക് അനേകമുണ്ട്. ആ വേദികൾ നന്നായി എത്തിച്ചിരുന്നെങ്കിൽ എന്നും ഈ ഉറക്കത്തിൽ നിന്ന് ഒന്നുണരാനുള്ള ഒരു 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 ആർജവത്വം നമ്മുടെ സമുദായം എന്ന നിലയിൽ കാണിച്ചിരുന്നെങ്കിലെന്നും പ്രത്യാശിക്കുകയാണ്. വളരെ വ്യക്തമാണ്. ശ്രീ സിജോ പയനേടത്ത്, നമുക്കറിയാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരു തലമുറ പയ്യെ വിസ്മൃതിയിലാണ്ട് പോവുകയാണ്. പലർക്കും വലിയ രീതിയിൽ അവരുടെ ഒരു ആയുസിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. നമ്മൾ ഈ ചർച്ചയിലുടനീളം ഈ ചരിത്രം എത്തരത്തിൽ വക്രീകരിക്കപ്പെടുന്നു, വളച്ചൊടിക്കപ്പെടുന്നു എന്നൊരു കാര്യം ചർച്ച ചെയ്യുകയായിരുന്നു. അങ്ങൊരു മാധ്യമ പ്രവർത്തകനാണ്. എങ്ങനെയാണ് ക്രൈസ്തവ സമുദായത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ, ഭാരതത്തിന്റെ ചരിത്രം, സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം കുറെ കൂടി നിഷ്പക്ഷമായി, അത് പ്രാധാന്യം കൊടുക്കേണ്ടവർക്ക് പ്രാധാന്യം കൊടുത്ത് ഈ അമിതമായി മഹത്വൽക്കരിക്കുന്നത് ഒഴിവാക്കി എങ്ങനെയാണ് അത് കുറെ കൂടി നിഷ്പക്ഷമായി, കുറെ കൂടി വസ്തുനിഷ്ഠമായി അവതരിപ്പിക്കാൻ സാധിക്കുക? അക്കാര്യത്തിൽ പൊതുസമൂഹം പാലിക്കേണ്ട ജാഗ്രതകൾ എന്തൊക്കെയാണ് ശ്രീ സിജോ? ബഹുമാനപ്പെട്ട തോമച്ചൻ പറഞ്ഞതുപോലെ നമ്മളുടെ വലിയൊരു പ്രശ്നം, നമ്മളൊരു കുമ്പസാരം കണക്കെ ചില ഏറ്റുപറച്ചിലുകൾ നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമ്മളുടെ ചരിത്രങ്ങൾ നമ്മൾ തന്നെ രേഖപ്പെടുത്തി വെക്കാൻ മറന്നുപോയോ എന്നുള്ള വല്ലാതെ ഒരു ആത്മപരിശോധന നടത്തേണ്ട, ആത്മവിമർശനം നടത്തേണ്ട ഒരു ഘട്ടം കൂടിയാണ് ഇത്. നമ്മളെ കുറിച്ച് നമ്മൾ രേഖപ്പെടുത്തി വെക്കാത്ത, നമ്മൾ പ്രചരിപ്പിക്കാത്ത, നമ്മൾ പുതിയ പല തലമുറകൾക്ക് പകർന്നു കൊടുക്കാത്ത ചരിത്രം എങ്ങനെയാണ് ഒരു സാമൂഹ്യ ചരിത്രത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് മാറുക എന്നുള്ള ഒരു പ്രശ്നം കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഹിന്ദു മഹാസഭ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ മറ്റ് സമുദായങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ രേഖപ്പെടുത്തുന്ന ചരിത്രങ്ങൾ ഔദ്യോഗിക ചരിത്രങ്ങളായിട്ടൊക്കെ മാറുന്ന ഒരു കാലത്തിന്റെ അകത്ത് ക്രൈസ്തവ സഭയുടെ സംഭാവനകളെ കുറിച്ച് നമ്മൾ വേണ്ട രീതിയിൽ പ്രചരിപ്പിച്ചോ, നമ്മൾ വേണ്ട രീതിയിൽ രേഖപ്പെടുത്തി വെച്ചോ എന്നുള്ള ഒരു ഗൗരവമായ ഒരു ചോദ്യമാണ്. അവിടെ തീർച്ചയായും നമ്മളൊരു ആത്മവിമർശനത്തിന്, പച്ചൻ പറഞ്ഞതുപോലെ നമ്മൾക്ക് പലപ്പോഴും പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായത്തിന്, സവിശേഷമായി കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷത ഒന്ന്, നമുക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കുക. നമ്മളൊരു സേഫ് സോണിലാണെന്നുള്ളതാണ്. നമ്മൾ സേഫ് സോണിലായാൽ എനിക്ക് മറ്റുള്ളവരുടെ കാര്യമോ എന്റെ പിന്നാലെ വരുന്നവരുടെ കാര്യമോ പരിഗണിക്കേണ്ടതില്ല, എനിക്ക് എന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നുള്ള ഒരു 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 അല്പം സ്വാർത്ഥത നിറഞ്ഞ മനോഭാവം നമുക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായും നമ്മൾ ഒരു ആത്മവിമർശനപരമായിട്ട് കാണേണ്ടതുണ്ട്. ഇവിടെ നമുക്കൊരു നിഷ്പക്ഷമായിട്ട് നമ്മൾ ചരിത്രത്തെ വ്യാഖ്യാനിക്കാനും പഠിക്കാനും, അങ്ങനെ പഠിക്കുന്നവർ എത്ര പേരുണ്ടെന്നുള്ളത്, ഇപ്പൊ ജയ്സാറിനെ പോലെയുള്ള പണ്ഡിത, ചരിത്രബോധമുള്ള, ചരിത്രം ആഴത്തിൽ പഠിച്ചിട്ടുള്ള ആളുകളുടെ ആ നിരീക്ഷണങ്ങൾ, അവരുടെ ദർശനങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ പുതിയ തലമുറയ്ക്ക് നമ്മുടെ കാറ്റഗിസം ക്ലാസ്സുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലൂടെ പകർന്നു കൊടുക്കുക. അതായത് തോമച്ചൻ പറഞ്ഞ തലശ്ശേരിയിലെ കുട്ടികൾക്ക് ക്രൈസ്തവ നാമധാരികളായുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ചൊക്കെ പഠിക്കാൻ അവസരം ലഭിച്ചു എന്നുള്ളത് പോലെ എന്തുകൊണ്ട് മറ്റു രൂപതകൾക്ക്, മറ്റ് സഭാ സംവിധാനങ്ങൾക്ക് അതായിക്കൂടാ എന്നുള്ള ഒരു ചോദ്യവും പ്രസക്തമാണ്. അതാകട്ടെ എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അത്തരം സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ ഒരുപക്ഷെ ക്രൈസ്തവ സഭയ്ക്ക് ഉണ്ടായിരുന്നതുപോലെ, ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കുണ്ടായിരുന്ന പോലെയുള്ള വലിയ സാധ്യത മറ്റാർക്കുണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രം നമ്മോട് ചോദിക്കുന്നുണ്ട്. ഇന്ന് ആ സ്ഥാനത്ത് ഒരുപാട് പേര് കയറിയിരുന്ന് വീമ്പിളക്കുമ്പോഴും കഴിഞ്ഞ കാലങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്നിട്ടും നമ്മൾ ആ അവസരം വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയോ എന്നുള്ള ഒരു ചോദ്യം പ്രസക്തമാണ്. സക്കറിയ മാസ്റ്റർ തന്റെ സ്വാതന്ത്ര്യ സമരവും കേരള ക്രൈസ്തവരും എന്ന ഒരു പുസ്തകത്തിന്റെ അകത്ത് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. കേരള ക്രിസ്ത്യാനികളിൽ ചിലർ ബ്രിട്ടീഷുകാർക്കും സ്തുതി പാടിയിട്ടുണ്ടാകാം, തീർച്ചയായും അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട്. മറ്റു ചിലർ സർ CP ക്ക് വേണ്ടി കോമാളി വേഷവും കെട്ടിയിട്ടുണ്ടാകാം.
തനിക്കും കുടുംബത്തിനും സാമൂഹ്യ സാമ്പത്തിക ശ്രേയസ് കൈവരുത്താൻ അത്തരം കുൽസിത വൃത്തികളിൽ ഏർപ്പെട്ടവർ എണ്ണത്തിൽ ഇത്രയുമോ ഇതിലേറെയോ മറ്റു സമുദായങ്ങളിലും ഉണ്ട് എന്ന കാര്യം നമ്മൾ മറക്കരുത് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതേ ചൊല്ലി ക്രൈസ്തവർ നാണിക്കേണ്ടതില്ല എന്ന് കൂടി പറയുന്നു. അവരിലൂടെയാണ് സമുദായത്തിന്റെ പറയുക വയ്യ എന്നുകൂടി അദ്ദേഹം തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോ അച്ഛൻ പറഞ്ഞതുപോലെ സർ CP-ക്ക് സ്തുതി പാടിയത് ക്രൈസ്തവ സമുദായം മാത്രമായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അത് കൃത്യമായിട്ട് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സർ CP-യെ വെല്ലുവിളിച്ച, സർ CP-യുടെ ഭരണപരിഷ്കാരങ്ങളോ ശക്തമായിട്ട് എതിർത്ത മലയാളി മെമ്മോറിയൽ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ജനപ്രാതിനിധ്യ സഭയ്ക്കകത്ത് എല്ലാ സമുദായങ്ങൾക്കും എല്ലാ വിഭാഗങ്ങൾക്കും ഒരുപോലെ പങ്കാളിത്തം ഉണ്ടാകണമെന്ന് കൃത്യമായിട്ട് ഉറക്കെ പറഞ്ഞ നിവർത്തന പ്രക്ഷോഭം പോലെയുള്ള സമര പരിപാടികൾ. നിവർത്തന പ്രക്ഷോഭം സർ CP-ക്ക് ഓശാന പാടുകയായിരുന്നു. സർ CP-ക്ക് ഓശാന പാടുകയായിരുന്നില്ല, സർ CP-യെ കൃത്യമായി ചോദ്യം ചെയ്യുകയായിരുന്നു. സർ CP-യുടെ നിയമനിർമ്മാണ സഭകളുടെ സമിതികളിൽ നിന്ന് മാറി നിൽക്കുക, വിട്ടകന്ന് നിൽക്കുക എന്നുള്ള ആഹ്വാനമാണ് നിവർത്തന പ്രക്ഷോഭം മുന്നോട്ട് വെച്ചത്. ആ നിവർത്തന പ്രക്ഷോഭത്തിന്റെ മുന്നണി പോരാളികളിൽ IC ചാക്കോയെ പോലെയുള്ള ക്രൈസ്തവരുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അപ്പൊ അതുകൊണ്ട് സർ CP-ക്ക് ഓശാന പാടുകയായിരുന്നു ക്രൈസ്തവർ എന്നുള്ള തെറ്റായിട്ടുള്ള ആരോപണങ്ങളുടെ മുനയൊടിക്കാൻ IC ചാക്കോയെ പോലെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ, EJ ജോണിനെ പോലെയുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി പാസാക്കിയ നിവർത്തന പ്രമേയം നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമാണ്. അദ്ദേഹത്തിന് പറയുന്നുണ്ട്, ക്രിസ്ത്യൻ, ഈഴവ, മുസ്ലിം സമുദായങ്ങളുടെ വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ പ്രതിനിധികളും സമുദായ അംഗങ്ങളും തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി നിൽക്കുകയോ വോട്ട് ചെയ്യുകയോ നാമനിർദ്ദേശം സ്വീകരിക്കുകയോ ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കേണ്ടതാണ്. ബന്ധപ്പെട്ട സമുദായങ്ങൾക്ക് ജനസംഖ്യാനുപാതികമായി തെരഞ്ഞെടുപ്പിലൂടെ നിയമസഭയിൽ മതിയായ പ്രാതിനിധ്യം സർക്കാർ ഉറപ്പാക്കുന്നത് വരെ ആ നിലപാട് തുടരുക തന്നെ വേണമെന്ന് നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി പാസാക്കിയ പ്രമേയം പറയുന്നുണ്ട്. അതിന്റെ അകത്ത് കൃത്യമായി സർ CP-യുടെ ഭരണ കേന്ദ്രത്തെ ചോദ്യം ചെയ്യുന്ന, അതിനെ ധിക്കരിക്കുന്ന, അതിനോട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന, അതിനോട് നിസ്സഹകരിക്കുന്ന ആ വലിയ ഒരു വിപ്ലവകരമായിട്ടുള്ള മുന്നേറ്റത്തിന്റെ വാക്കുകൾ കൂടിയാണ് ആ പ്രമേയത്തിന്റെ അകത്ത് പറയുക. IC ചാക്കോയെ പോലെയുള്ള ആളുകളാണ് അത്തരം പ്രമേയങ്ങൾ രൂപീകരിച്ചത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് സഭയ്ക്കെതിരെ, ക്രൈസ്തവർക്കെതിരെ ചരിത്രത്തിന്റെ പേര് പറഞ്ഞ് അനാവശ്യമായ വസ്തുതാവിരുദ്ധമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരോട് കൃത്യമായി മറുപടി പറയാൻ നമ്മൾ, നമ്മുടെ പിന്നാലെ വരുന്നവരും ശക്തരാകേണ്ടതുണ്ട്, പ്രബുദ്ധരാകേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. അതിന് നമ്മുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് കൂടിയാണ്. തീർച്ചയായിട്ടും വലിയ സാധ്യതകളുടെ ഇനിയുമുണ്ട്, അനന്തമായ സാധ്യതകൾ. ചാവറയച്ചനെ പാഠപുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കിയപ്പോ ക്രൈസ്തവ സഭ, അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഉറക്കത്തിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റതുപോലെ ഇനിയും ഉറങ്ങുന്നവർ ഉണർന്നെഴുന്നേൽക്കേണ്ടതുണ്ട്, ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട്. ആ പ്രതികരണം ആരെയും വെല്ലുവിളിക്കാൻ വേണ്ടിയാകരുത്, ഏതെങ്കിലും ഒരു സമൂഹത്തെ, പ്രത്യേക സമുദായങ്ങളെ ആക്രമിക്കാനോ അധിക്ഷേപിക്കാനോ അല്ല നമ്മൾ വാക്കുകൾ ഉന്നയിക്കേണ്ടത്. മറിച്ച് സത്യങ്ങളെ കൃത്യമായി അവതരിപ്പിക്കാൻ, നമ്മുടെ മേൽ ഒരുപക്ഷെ തിരശ്ശീലകളിട്ട് മറച്ചു വെച്ച ചരിത്രത്തെ ആ മൂടുപടങ്ങൾ മാറ്റിക്കൊണ്ട് ഇതായിരുന്നു ഞങ്ങൾ, ഇതാണ് ഞങ്ങൾ, ആ ഞങ്ങൾക്ക് ഞങ്ങളുടെ സത്യങ്ങൾ വിളിച്ചു പറയേണ്ടത് ഞങ്ങളുടെ അവകാശം കൂടിയാണ് എന്ന ആർജവത്തോടെ, അഭിമാന ബോധത്തോടെ വിളിച്ചു പറയാനായിട്ടുള്ള ആർജവത്തിലേക്ക് നമ്മൾ ഇനിയും ഉണരേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. അച്ഛൻ പറഞ്ഞതുപോലെ ഉത്തിഷ്ഠത, ജാഗ്രത എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ ഉറക്കത്തിൽ നിന്ന് ജാഗ്രതയോടെ ഉണർന്നെഴുന്നേറ്റ് ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ട ഒരു കാലം. നമ്മൾ ഉറങ്ങുമ്പോ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ പോലും അധികാരികൾ വെട്ടിയെഴുതും, മാറ്റിയെഴുതും. അതുകൊണ്ട് നമ്മൾ ഉറങ്ങാതെ ജാഗ്രതയോടെ തന്നെ ഇരിക്കണമെന്ന് തന്നെയാണ് ചരിത്രവും വർത്തമാനവും നമ്മളോട് നൽകുന്ന സൂചന. വളരെ പ്രസക്തമായ കാര്യമാണ്. ക്രൈസ്തവ സമുദായത്തിന്റെ പ്രതികരണവും ജാഗ്രതയും കുറെ കൂടി ശക്തമാക്കേണ്ടിയിരിക്കുന്നു. ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ ശ്രീ ജെയ്സ്, നമുക്കറിയാം പലപ്പോഴും പലരും പരാതി പറയുന്നുണ്ട്, ക്രൈസ്തവ സമുദായത്തിന്റെ ഒരു സമുദായ ബോധം നഷ്ടപ്പെട്ടു പോകുന്നു. ഒരു സമുദായത്തിന്റെ സമുദായ ബോധം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആ സമുദായത്തിന്റെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കുന്നു. ഈ ഒരു ചരിത്ര പശ്ചാത്തലത്തിലാണ് നാം ഈ ഒരു ചർച്ച മുന്നോട്ട് പോയത്. ഈ കൃത്യമായി ഒരു ക്രൈസ്തവ സമുദായത്തിന്റെ ഒരു ചരിത്രം നമ്മുടെ യുവതലമുറകൾക്ക് പകർന്നു കൊടുത്തില്ലെങ്കിൽ അതുതന്നെയല്ലേ ഈ ഒരു നമ്മുടെ തലമുറകൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഈ സമുദായ ബോധത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം? ചുരുങ്ങിയ വാക്കുകളിൽ ശ്രീ ജെയ്സ്. അത് തന്നെയാണ് ടോമച്ചൻ അത് തുടങ്ങി വെച്ചു, പ്രിയപ്പെട്ട സിജോ സാർ അത് പറഞ്ഞു. വലിയ കുറ്റകരമായ അനാസ്ഥ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായി, അത് പ്രധാനപ്പെട്ട വിഷയമാണ്. അതിന് വ്യത്യസ്തമായി സമീപകാലത്ത് രൂപപ്പെട്ടു വന്നിട്ടുള്ള ക്രൈസ്തവ ഐക്യം, കൂട്ടായ്മ, ഒരു സാമുദായിക ബോധം ഇന്ന് ക്രൈസ്തവരുടെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് മതസൗഹാർദ്ദത്തിന്റെയും സെക്കുലറിസത്തിന്റെയും
സോഷ്യൽ ഹാർമണിയുടെയൊക്കെ ഭാഗമായി ഈ വിഷയങ്ങളിലൊക്കെ വലിയ താല്പര്യം കാണിച്ചിരുന്നില്ല. അതിന് കൊടുക്കേണ്ടി വന്ന വില കൂടിയാണിത്. ഇപ്പൊ നമുക്കറിയാം, വിദ്യാഭ്യാസ മന്ത്രിമാർ നമുക്കുണ്ടായിരുന്നു. നെഹ്റുവിന്റെ മന്ത്രിസഭയിൽ ജോൺ മത്തായി ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആളാണ്. അങ്ങനെ ഡൽഹി രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും നിയന്ത്രിച്ച ക്രൈസ്തവരാണ്. വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത് കേരളത്തിൽ മന്ത്രിമാരുണ്ടായിരുന്നു. ക്രിസ്ത്യൻ ലീഡർഷിപ്പ് കുറച്ച് നാൾ ഇത് കൈകാര്യം ചെയ്തിരുന്നു. അന്നൊന്നും നമുക്കറിയാം, സമുദായത്തിന് പ്രത്യേക താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനൊന്നും അവർ തയ്യാറായിരുന്നില്ല. അത് നാടിന്റെ സോഷ്യൽ ഫാബ്രിക്കേറ്റ് തകരാതിരിക്കാൻ, കമ്മ്യൂണൽ ഹാർമണി കാത്തു സൂക്ഷിക്കാൻ, പബ്ലിക് ഹെൽത്ത്, പബ്ലിക് മൊറാലിറ്റി ഇതെല്ലാം മാനിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ കൂടെ നിന്ന പല സഹോദര സമുദായങ്ങളും അങ്ങനെ അല്ല. അവരുടെ കയ്യിൽ വിദ്യാഭ്യാസ വകുപ്പ് കിട്ടിയപ്പോൾ, അവരുടെ കയ്യിൽ ധനകാര്യ വകുപ്പ് കിട്ടിയപ്പോൾ, അവരുടെ കയ്യിൽ വകുപ്പ് കിട്ടിയപ്പോൾ അവർ ചെയ്ത കാര്യങ്ങൾ, ന്യൂനപക്ഷ വകുപ്പ് കിട്ടിയപ്പോൾ അവർ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കറിയാം. നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, കൃത്യമായി ഈ വിഷയങ്ങളെ കൗണ്ടർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് സഭയ്ക്കകത്ത് കൃത്യമായ ബോധവൽക്കരണം ആവശ്യമാണ്. അത് ഈ പറഞ്ഞ പോലെ സൺഡേ സ്കൂളിന്റെ സിലബസുകൾ പരിഷ്കരിക്കണം, സെമിനാറുകളിലെ സിലബസുകൾ പരിഷ്കരിക്കണം, പെഡഗോഗി, നമ്മുടെ ബോധനശാസ്ത്രം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അധ്യാപനം ശൈലികൾ മാറ്റേണ്ടതായിട്ടുണ്ട്. പാസ്റ്ററിങ്, ലീഡർഷിപ്പ്, മെന്ററിങ്, പേരന്റിങ്, ഈ മേഖലകളിലെല്ലാം വലിയ ഗൗരവമായ പുനരാലോചന ഉണ്ടാകേണ്ടതിരിക്കുന്നു. കാറ്റഗറ്റിസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സിലബസുകളിൽ പഴയ ഒട്ടനവധി വിഷയങ്ങളെല്ലാം മാറ്റിയിട്ട് പുതിയ തലമുറയ്ക്ക് നേരിടാൻ ആവശ്യമായ പുതിയ വിഷയങ്ങളെ, സബ്ജക്റ്റുകളെ അവരെ കൃത്യമായി പഠിപ്പിക്കണം. ഇപ്പൊ എത്ര പേർക്ക് അറിയാം നെഹ്റുവിന്റെ മന്ത്രിസഭയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രി ജോൺ മത്തായി ആയിരുന്നു എന്ന്? അദ്ദേഹം ധനകാര്യ വിദഗ്ധൻ കൂടിയായിരുന്നു. ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആളാണ്. ഈ അമൃത കൗർ എന്ന് പറയുന്ന ആള് ആദ്യത്തെ നെഹ്റുവിന്റെ മന്ത്രിസഭയിലെ ആരോഗ്യ മന്ത്രി ക്രൈസ്തവ സ്ത്രീയായിട്ട് എത്ര പേർക്കറിയാം? കപൂർത്തല രാജകുടുംബാംഗമാണ്. അവർ കൺവേർട്ട് ചെയ്താണ് ക്രിസ്ത്യനായി. ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അവർ സ്ഥാപിച്ചതാണ്. മലേറിയയും പ്ലേഗും വസൂരിയും എല്ലാം ഇന്ത്യയിൽ വ്യാപകമായി പിടിപെട്ട കാലഘട്ടങ്ങളിൽ ഇന്ന് കാണുന്ന ആരോഗ്യ മേഖലകളെ പുഷ്ടിപ്പെടുത്തിയത് ഈ ആരോഗ്യവകുപ്പ് മന്ത്രി രാജ്കുമാരി അമൃത കൗറാണ്. എത്ര പേർക്കറിയാം? അത് പഠിപ്പിക്കുന്നില്ല. ചെങ്ങന്നൂരിലുള്ള എത്ര പേർക്കറിയാം ബാരിസ്റ്റർ ജോൺ ജോസഫിനെ കുറിച്ച്? അദ്ദേഹത്തെ ഒരു പ്രതിമ പോലും ഈ ചെങ്ങന്നൂരില്ല. മാരവൺകാർക്ക് എത്ര പേർക്കറിയാം ടൈറ്റസ് ജിയെ കുറിച്ച്? അപ്പൊ ഇത് കൃത്യമായി സഭയുടെ അധ്യാപനത്തിന്റെ ഭാഗമായി, കാറ്റഗറ്റിസത്തിന്റെ ഭാഗമായി, പെഡഗോഗിയുടെ ഭാഗമായി സഭ ഇത് പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അൾത്താരകളിൽ ഇത് പ്രസംഗിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. AJ ജോണിനെ കുറിച്ച് ആൾക്കാർക്ക് അറിയത്തില്ല, TV തോമസിനെ കുറിച്ച് അറിയത്തില്ല, പിന്നെ ആനിമസ് ക്രീമിനെ കുറിച്ച് അറിയത്തില്ല, കാമാചെറിയനെ കുറിച്ച് അറിയത്തില്ല, റോസമ വിന്നോസിനെ കുറിച്ച് അറിയത്തില്ല. ഇങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചൊന്നും അറിയത്തില്ല. KC ജോർജ് അറിയത്തില്ല. കൃത്യമായി പഠിപ്പിക്കുക. സഭ ഐക്യങ്ങൾ എല്ലാം അവരുടെ നിസ്സാരമായി സഭയ്ക്കകത്ത് ആശയസംവാദം നടത്തോട്ടെ. സഭയ്ക്കകത്ത് അത് വേറെ വിഷയം, സഭകൾ തമ്മിലുള്ള വിഷയമാണ്. പക്ഷേ സഭ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഐക്യപ്പെടുകയും ഒരു ക്രൈസ്തവ ഐക്യം, സാമുദായികമായ ഐക്യം കൃത്യമായി രൂപപ്പെട്ടുകൊണ്ട് സഭയുടെ ഈ വിഷയങ്ങളെ കൃത്യമായ ചരിത്ര രചനകളിലൂടെ കൗണ്ടർ തീസിസുകൾ അവതരിപ്പിച്ചുകൊണ്ട് കൃത്യമായി സഭ ഈ ഗവേഷണങ്ങളെ പുറത്തു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. വിശാലമായ സെമിനാറുകള്, വിശദീകരണ യോഗങ്ങള്, പ്രഭാഷണങ്ങള്, അതുപോലെ തന്നെ സൺഡേ സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകള്, ഇതെല്ലാം കൈപ്പുസ്തകമായ വീടുകളിൽ എത്തിക്കുക. ജനങ്ങളിടയിൽ കൃത്യമായ ടീച്ചിങ് സ്ട്രാറ്റജിയിലൂടെ, കൃത്യമായ ബോധവൽക്കരണത്തിലൂടെ, ക്യാമ്പയിനിലൂടെ ജനങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഇപ്പോൾ സമുദായം കൂടുതൽ അലർട്ടായിട്ടുണ്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. മുൻകാലങ്ങളില്ലാത്ത സാമുദായിക ഐക്യവും ക്രൈസ്തവ സഭ ഐക്യവും സഹോദര സ്നേഹവും ഇന്ന് രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അത് തകർക്കാൻ താല്പര്യപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. അത് പാസ്റ്റർമാരുണ്ട്, വൈദികരുണ്ട്, മെത്രാപ്പോലിത്തമാരുണ്ട്, പലരും ഉണ്ട്. ഇങ്ങനെ എല്ലാ കാലഘട്ടങ്ങളിലും ഇങ്ങനെ നമ്മുടെ ഇടയിൽ വിഭജനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് സഭകൾ ഐക്യമായി നിൽക്കണം, ഒറ്റക്കെട്ടായി നിൽക്കണം, സമുദായത്തിന്റെ ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കണം. ഈ വിഷയങ്ങൾക്ക് വേണ്ടി കൃത്യമായ ക്യാമ്പയിനുകളായി മുന്നോട്ട് പോകാനും നമ്മുടെ വീടുകളിൽ ഇത് പഠിപ്പിക്കണം. വീടുകളിൽ മുതൽ സൺഡേ സ്കൂളും സെമിനാറുകളിലെല്ലാം കൃത്യമായി ഇത് പാഠ്യ വിഷയത്തിന്റെ ഭാഗമായി കൃത്യമായ ഒരു അവബോധം വളരെ ആവശ്യമാണ്. ഈ ചർച്ച അവസാനിക്കുകയാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഈടുറ്റ ചരിത്രം കലർപ്പില്ലാതെ, പക്ഷപാതഭേദമില്ലാതെ പഠിക്കുവാൻ നമ്മുടെ വരും തലമുറകൾക്ക് സാധിക്കട്ടെ. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി ക്രൈസ്തവ സമുദായം ചെയ്ത സംഭാവനകളിൽ ക്രൈസ്തവ സമുദായത്തിന് അഭിമാനം കൊള്ളാൻ സാധിക്കട്ടെ. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ ജെയ്സ്, ഫാദർ ടോം, ശ്രീ സിജോ, 3 പേർക്കും നന്ദി.